യോഗത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആരാധന, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കേൾക്കുവാനൊക്കെയും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യത്യസ്തമായ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നത്. ഇന്ന് പകൽ നേരവും നമുക്ക് ചില വചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വിഷയം എന്ന് പറഞ്ഞ് ചിന്തിച്ചത് എഫേസ്യ ലേഖനമായിരുന്നു. 3-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചത്. 3-ാം അധ്യായത്തിൽ നിന്ന് തുടർന്ന് നമുക്ക് ചില വചനങ്ങളോട് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പറഞ്ഞു ദൈവസഭയുടെ മർമ്മങ്ങളെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മങ്ങളെ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം വെളിപ്പെടുത്തി എന്ന വിഷയത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മളത് ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിന്റെ അകത്ത് വ്യക്തമായി പൗലോസ് പ്രാപിച്ച വെളിപ്പാടിനെ കുറിച്ച് കൃത്യമായി അവിടെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പൗലോസ് പ്രാപിച്ച വെളിപ്പാടിനെ കുറിച്ച് അവിടെ പറയുന്ന കാര്യമാണ് നമ്മൾ 2-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ കാണുന്നത്. 2-ാം അധ്യായത്തിന്റെ അകത്ത് 2:1 മുതൽ വായിക്കുമ്പോൾ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷയിലേക്ക് വരുന്നവരോട് പൗലോസ് പറയുന്നത്, നിങ്ങൾ മുമ്പേ ദൈവമില്ലാത്തവരായിരുന്നു, ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവില്ലാത്തവരായിരുന്നു, അതുപോലെ തന്നെ ന്യായപ്രമാണവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലാത്തവരായിരുന്നു, യാതൊരു വിധത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതിരുന്ന നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ നിങ്ങളുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും പരിഹരിച്ച് നിങ്ങളെ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവിന്റെ ശരീരയാഗമാണ്. അതിന് പിതാവ് അനുവദിച്ചു. സ്വപുത്രനെ തന്റെ മടിയിലിരുന്ന ഏകജാതനെ ലോകത്തിലേക്ക് അയക്കുവാൻ തക്കവണ്ണം പിതാവ് പ്രസാദിച്ചു. അങ്ങനെ പ്രിയപുത്രനാകുന്ന ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചത് നിമിത്തമാണ് വീണ്ടെടുപ്പിന്റെ പദ്ധതി ഭൂമിയിൽ ഉണ്ടായത്. അപ്പോൾ മനസ്സിലാക്കണം, പൗലോസ് വീണ്ടും ഊന്നി പറയുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫലമുണ്ടായത്, ഇതിനൊക്കെ കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ തകർത്തപ്പോൾ അവന്റെ ശരീരയാഗത്താൽ നിങ്ങൾ നേടിയതാണ് ഈ ആത്മീക നന്മകൾ എന്നുള്ള വിഷയങ്ങളായിരുന്നു 2-ാം അധ്യായത്തിന്റെ മേഖലകളിൽ നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് വളരെ ശ്രദ്ധയോടെ ആ വിഷയങ്ങളെല്ലാം ഹല്ലേലൂയ ആ വിഷയങ്ങളെയൊക്കെ അവിടെ സംസാരിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ഇതിന്റെ ഇടയിൽ നമുക്കൊരു നടിച്ചുവരുണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. ആ നടിച്ചുവര്, അതായത് ജാതികളിലേക്ക് ഒരിക്കലും രക്ഷാപദ്ധതി പോകുകയില്ല. ഇസ്രായേലിന് മാത്രമായി ലഭിച്ച രക്ഷാപദ്ധതിയായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പത്രോസിലൂടെയും പൗലോസിലൂടെയും ദർശനം കൊടുത്ത് ജാതികളിലേക്കുള്ള പദ്ധതി കൊടുത്തു. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ വലിയ ഗ്രേറ്റ് കമ്മീഷൻ മഹാനിയോഗത്തിലൂടെ സകല ജാതികളോടും സുവിശേഷം അറിയിക്കുവാൻ യേശു ക്രിസ്തു പറയുകയും ചെയ്തു. അപ്പോൾ സ്തോത്രം ജാതികളിലേക്ക് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ജാതികളിൽ സ്തോത്രം എന്ത് ഫലമാണ് വന്നത്? ജാതികൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്? ജാതികൾ എങ്ങനെയാണ് ആത്മാവിൽ നിറയപ്പെട്ടത്? ജാതികൾ എങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഇടയായി തീർന്നത്? ഇതിന് അവരുടെ ഒരു പ്രവൃത്തിയല്ല, ഇത് കൃപയാലാണ്. എന്ന് പറഞ്ഞാൽ കൃപയാൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അതിന് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല, അതിന് വിശ്വാസം കാരണമായി തീർന്നു. പക്ഷെ വിശ്വസിക്കുന്നതുകൊണ്ടല്ല, വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം കൃപ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയും നോക്കുമ്പോൾ മനുഷ്യന്റെ ഒരു ക്വാളിറ്റീസും കൊണ്ടല്ല, ഒരു എഫർട്ട് കൊണ്ടല്ല രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ ദാനമാണ്. അവന്റെ കരുണയാലാണ് രക്ഷ പ്രാപിക്കുന്നത് എന്ന് പൗലോസ് വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുവാൻ ഇടയായി തീർന്നത്. നമ്മളവിടെ വായിക്കുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിൽ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 14-ാം വാക്യം, അതിന്റെ 13-ാം വാക്യം മുതൽ വായിക്കാൻ പറ്റുമോ? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം മുതൽ. ഇവിടെ ശ്രദ്ധിക്കണം, മുമ്പേ എഫെസോസിലെ ജാതീയ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരും അതുപോലെ യഹൂദന്മാരല്ലാതെ ദൂരസ്ഥരായി കിടന്ന ഓരോരുത്തരും ആ ലിസ്റ്റിൽ നാമുണ്ട്, നിങ്ങളും ഉണ്ട്. വായിച്ചാട്ടെ. ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ കണ്ടോ നമ്മെ സമീപസ്ഥരാക്കി തീർത്തു. ആരോടാണ് സമീപിച്ചത്? നമ്മള് പിതാവായ ദൈവത്തോടാണ് നമ്മൾ സമീപിച്ചത്. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ അറിയുന്ന ഒരു സാന്നിധ്യമുണ്ട്. അത് പിതാവിന്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിനാണ് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മളെ അർഹമാക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഇതിന് നമ്മളെ അവിടെ വചനം വായിക്കുന്ന എങ്ങനെയാണ്? മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ
ക്രിസ്തുവിന്റെ രക്തത്താൽ, ശ്രദ്ധിക്കണം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. നാം പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് ഇരുന്ന നമ്മളുടെ ഓരോരുത്തരുടെ മേൽ ശാപമായിരുന്നു നമ്മുടെ മേൽ വാണിരുന്നത്. അപ്പോൾ നമ്മുടെ മേലിരുന്ന ജന്മ പാപത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചത് ആ ആദാമ്യ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രക്തം നമുക്ക് വേണ്ടി ഊറ്റപ്പെടണം. ആ രക്തം, സ്തോത്രം, ഹല്ലേലൂയ, പിതാവിന്റെ സന്നിധിയിൽ, സ്തോത്രം, നീതിയായി തീരണം. അങ്ങനെ ലോകത്തിൽ ചൊരിയപ്പെട്ട മനുഷ്യരുടെ ഒരു രക്തത്തിനും, ഒരു മനുഷ്യരുടെ രക്തത്തിനും, ഒരു മൃഗത്തിന്റെ രക്തത്തിനും, ഒരു പക്ഷികളുടെ, ഒരു ജീവജാലങ്ങളുടെ രക്തത്തിനും അതിന് സാധിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആത്മാവാകുന്ന ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത്. പാപമറിയാത്തവനാകുന്ന, സ്തോത്രം, പാപമില്ലാത്ത ക്രിസ്തു, പാപമില്ലാത്ത ആത്മാവാകുന്ന ദൈവം, സ്തോത്രം, ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ ജഡം ചിന്തിയാൽ പാപത്തിന്റെ പരിഹാരമാകുന്ന രക്തം അവിടെ ഒരുക്കപ്പെടും. ആ രക്തം ഊറ്റപ്പെടുകയും ആ രക്തം തളിക്കപ്പെടുകയും ചെയ്താൽ പാപത്തിൽ നിന്ന് പാപികൾക്ക് മോചനം ലഭിക്കും. അങ്ങനെ ലോകത്തിൽ വെളിപ്പെട്ട ഏക പരിശുദ്ധ നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന അത്ഭുതകരമായ നാമമേ ഉള്ളൂ. അപ്പോൾ സുവിശേഷത്തിന്റെ മഹത്വം ശ്രദ്ധിക്കണം. നമ്മൾ യേശുവിലേക്ക് മാത്രം നോക്കുമ്പോൾ, യേശു ക്രിസ്തുവിലേക്ക് മാത്രം നോക്കുമ്പോൾ, അതായത് നമ്മൾ കാണുന്നത് നമ്മുടെ പരിഹാരിയാകുന്ന ദൈവപുത്രൻ നമുക്ക് വേണ്ടി ശുശ്രൂഷകനായി പിതാവിന്റെ സന്നിധിയിൽ വാഴുന്നതാണ്. പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരുന്ന് പക്ഷപാതം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുമ്പോൾ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുമ്പോൾ, പിതാവിനോട് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പേരെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ശുശ്രൂഷ ഭൂമിയിൽ ഉണ്ടാകണം. നാം യേശുവിന്റെ രക്തത്തിൽ പങ്കാളികളാകണം. അങ്ങനെ രക്തത്തിൽ പങ്കാളിത്തമുള്ളവർക്ക് മാത്രമാ ഈ ശാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നുള്ളൂ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു ജാതീയ പശ്ചാത്തലത്തിൽ നിന്നവരോട് പറയുകയാണ്, നിങ്ങൾക്കറിയാമോ യേശുവിന്റെ രക്തമാണ് മകനെ നിന്റെ ഹൃദയത്തിലെ പാപ സ്വഭാവത്തിൽ നിനക്ക് വിടുതൽ തന്നത്. നീ സ്വന്തം നാളിതുവരെയും നിന്റെ മനസാക്ഷി ഒരു ആചാരങ്ങളിലും വിശ്വാസങ്ങളും ഇരുന്നിട്ട് ഞാൻ ചെയ്ത ഒരു ആചാരങ്ങളും വിശ്വാസങ്ങളും നിന്റെ മനസാക്ഷിക്കും ഹൃദയത്തിനും മനസ്സിനും തൃപ്തി നൽകിയിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചപ്പോൾ നീ ഇതുവരെ അനുഭവിക്കാത്ത തൃപ്തിയും സമാധാനവും അനുഭവിക്കുന്നതിന് കാരണം മകനെ നിന്റെ ഹൃദയത്തിൽ ഉള്ള പാപത്തെ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടത് കൊണ്ടാണ് പിതാവിന്റെ സന്നിധിയിൽ നിന്റെ മനസാക്ഷി ഉണരുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ മനസ്സിലാക്കണം, പാപനിമിത്തം പാളയത്തിന് പുറത്ത് കിടന്ന നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചത്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവപുത്രന്റെ ശരീരയാഗത്താൽ നമ്മൾ പ്രാപിച്ചത് നിത്യജീവനാണ്, ഉയർപ്പാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ആത്മാവിൽ നമ്മളെ പണിതെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് പകൽ നേരം അവനെ സാക്ഷീകരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് അവനിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ ഇന്ന് വെളിപ്പെടുന്നത്. ഇതിനെല്ലാം കാരണമായി തീരുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. അവൻ യേശു ക്രിസ്തു നമ്മുടെ സമാധാനം. ഇത് പറയുന്ന ഒരു കൂട്ടരേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു എന്ന സമാധാനം എന്ന് പറയുവാൻ അനുഭവിക്കുന്ന രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വസിക്കാതെ അനുഭവമില്ലാത്തവൻ വാ കൊണ്ട് പറഞ്ഞത് പോഷ്കായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. വായിച്ചോ. തന്റെ ജഡത്താൽ നീക്കി. കാരണം യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ് വരുന്നത്. അപ്പോൾ യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം വരുമ്പോൾ യേശുക്രിസ്തുവിൽ സകല ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും അവന്റെ ശരീരയാഗത്താൽ പൂർണ്ണത വരികയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിലേക്ക് തിരിയുമ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ പൂർണ്ണത വന്നു കഴിഞ്ഞു. ഇനി അതിലെന്തെങ്കിലും നമ്മൾ പരതി എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച് ചകയുന്നുണ്ട്, ശ്രദ്ധിച്ചോണമേ. ഹല്ലേലൂയ. നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് രക്ഷയല്ല, രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ വരികയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ
ന്യായപ്രമാണത്തിന്റെ നല്ല അംശത്തോട് നമ്മളെ ചേർത്തൊട്ടിക്കേണ്ടതിന് യേശു ക്രിസ്തു തന്റെ രക്തം മുഖാന്തരമാണ് ആ നല്ല വേരിനോട് നമ്മെ നാം ജാതികളായിരുന്ന ജാതീയ കൊമ്പുകളെ നല്ല ഫലത്തോട് ചേർത്തൊട്ടിച്ചത്. ഇതിന് കാരണമായി തീർന്നു യേശുവിന്റെ വിലയേറിയ രക്തമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. എപ്പോഴും പറയണം യേശുവിന്റെ രക്തം എന്താണെന്ന്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ യേശുവിന്റെ രക്തം വരണം, ആരാധനയിൽ യേശുവിന്റെ രക്തം വരണം, നമ്മളുടെ പ്രസംഗത്തിൽ യേശുവിന്റെ രക്തം വരണം, നമ്മുടെ സുവിശേഷത്തിൽ യേശുവിന്റെ രക്തം വരണം. മറ്റൊരു വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശുവിന്റെ രക്തം കൂടാതെ നിനക്ക് പറയുവാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇത് പകൽ നേരം ഇതിന്റെ യാഥാർത്ഥ്യം ഗ്രഹിച്ചിട്ട് വേണം ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട്. വായിച്ചാട്ടെ, വേർപാടിന്റെ നടിച്ചുവർ ജാതികൾ ജാതികളെന്നും പുറം ജാതികളായിട്ട് തന്നെ നിൽക്കുന്നു. മനസ്സിലാക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നപ്പോൾ ഒരിക്കൽ ഒരു മകൻ നഷ്ടപ്പെട്ട സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, എന്റെ മകൻ മരിച്ചുപോയി, നീ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കണം, എന്റെ മകനെ ഉയർപ്പിക്കണം എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എന്നെ ഇസ്രായേലിനെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. കാണാതെ പോയ ഇസ്രായേലിന്റെ ആടുകളുടെ അടുക്കലേക്കല്ലാതെ പിതാവ് എന്നെ അയച്ചിട്ടില്ല. അതുകൊണ്ട് നായ്ക്കളെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ യഹൂദന് വെച്ച രക്ഷ ജാതികൾക്ക് കൊടുക്കുന്നതിൽ താല്പര്യമില്ല. മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കണം, യഹൂദന്മാര് തല്ലിയപ്പോൾ എന്താണ് അവർ തല്ലിയത്? നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന അനുഭവം, ആത്മാവിനാൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ഇത്ര മഹത്വമേറിയ പദ്ധതിയാണ് കർത്താവ് യേശു ക്രിസ്തു ഒരുക്കി വെച്ചിരുന്നത്. അപ്പോൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ടും നായ്ക്കുട്ടികൾ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇപ്പോൾ നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം വലിയതെന്ന് പറഞ്ഞു. ശരിയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുത്തിയെ പോലും ഇസ്രായേലിൽ കണ്ടുകിട്ടത്തില്ല. എന്നാൽ മനസ്സിലാക്കണം, പാളയത്തിന് പുറത്തു വന്നപ്പോൾ വിശ്വസിച്ച അനേകരിലൂടെ അതിശയങ്ങൾ നടക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ വിശ്വസിക്കുന്നവരുടെ ഇടയിലാണ് ദൈവം അതിശയങ്ങളെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് പകൽ നേരവും ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിശയങ്ങൾ നടക്കുന്നത്. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശുവിന്റെ രക്തം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒഴുക്കപ്പെട്ടു. അത് മുഖാന്തരം ഞാൻ വീണ്ടെടുക്കപ്പെട്ടു, വിടുവിക്കപ്പെട്ടു. അന്യനും പരദേശിയുമായിരുന്ന എന്നെ നല്ല ഫലത്തോട് ചേർത്തൊട്ടിക്കേണ്ടതിന് എനിക്കും ദൈവത്തിന്റെ പ്രമാണത്തിനും ഇടയിലിരുന്ന നെടിച്ചുവരാകുന്ന വേർപാടിനെ നെടിച്ചുവരെ യേശു ക്രിസ്തു ഇടിച്ചു. ആ ഇടിച്ചു കളഞ്ഞ നെടിച്ചുവർ നിമിത്തം യേശു ക്രിസ്തു മധ്യസ്ഥത വഹിക്കുമ്പോൾ ക്രിസ്തു മുഖാന്തരമാണ് ജാതികൾക്ക് രക്ഷ വരികയും ചെയ്യുന്നത്. വിശുദ്ധ കാര്യങ്ങൾ പ്രതിയാട്ടെ. അപ്പോൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, ഇത് രുചിച്ചു വേണം ക്രിസ്ത്യ ജീവിതം മുന്നേറുവാനായിട്ട് ഇടയാകേണ്ടത്. ആമേൻ. വായിച്ചാട്ടെ. ഇടിച്ചു കളഞ്ഞിട്ട് കണ്ടോ, സമാധാനം ഉണ്ടാക്കുകയാണ് ചെയ്തത് കർത്താവ്. ഹല്ലേലൂയ. അതായത് ഭൂമിയിൽ ഒരു മനുഷ്യനും ഹൃദയത്തിൽ സമാധാനമില്ല. എനിക്ക് നല്ലപോലെ അറിയാൻ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു നാള് പോലും, ഒരു കാലഘട്ടം പോലും ഹൃദയത്തിൽ സമാധാനമില്ല. ഒരിക്കലും സമാധാനമില്ല. ഇന്ന് പകൽ നേരം കയ്യിൽ പലതില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഹൃദയത്തിൽ സമാധാനമുണ്ട്. ഏത് സാഹചര്യത്തിൽ സമാധാനമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ ഈ സമാധാന ഹൃദയത്തിൽ വന്നത്? ഈ സമാധാനം ഒരുവൻ സൃഷ്ടിച്ചതാണ്. ഈ സമാധാനം ഒരുവൻ ഉരുവാക്കിയതാണ്. ഈ സമാധാനം ഒരുവൻ സൃഷ്ടിച്ചെടുത്തതാണ്. ആരാണവൻ? കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ നൽകിയത്. അത് നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആമേൻ. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരുവന് ഇന്നും കലക്കമായിരിക്കും, ഇന്നും സ്വസ്ഥതയില്ല. കാരണം എന്നാ? അവൻ സ്നാനപ്പെട്ടെങ്കിലും വിശ്വസിക്കാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ അവന്റെ ആത്മാവിന് സമാധാനം കർത്താവ് കൊടുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് സൃഷ്ടിക്കുവാനും അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. സ്തോത്രം. എത്രാം വാക്യം വായിച്ചേ? 16 വാക്യം അല്ലേ? നീ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. അടുത്ത വാക്യം കണ്ട, ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതായത് എന്താണെന്ന് അറിയാവോ?
ഞാനും നിങ്ങളും സ്തോത്രം യഹൂദന്മാരുടെ കണ്ണിൽ നോക്കിയാൽ സ്തോത്രം തലമുറയായി കിടന്ന അവരുടെ വാഗ്ദത്തത്തിന്റെ പദ്ധതിയോട് ഒരിക്കലും നമുക്കൊന്നും ചെന്ന് പെടുവാൻ കഴിയത്തില്ല. ആ ദൈവമാണ് ഏക സത്യ ദൈവം. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അവന്റെ പ്രിയപുത്രനെയാണ് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു നൽകിയത്. യേശു കർത്താവ് കാൽവരി തകർക്കപ്പെടുമ്പോൾ ഇവിടെ മനസ്സിലാക്കണം, സ്തോത്രം, തന്റെ ശരീരയാഗത്തിന്റെ മഹത്വത്തെ കുറിച്ച് പൗലോസ് പറയുക. ആ വാക്യം എന്ന് പറയുക, അവന്റെ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ശത്രുത്വം യഹൂദന്മാരുടെ മുമ്പിൽ അല്ല, ന്യായപ്രമാണ സംബന്ധിയായി നമ്മൾ ശത്രുക്കളായിരുന്നു. അപ്പൊ ശത്രുക്കളായിരുന്ന നമ്മെ മിത്രമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അകൃത്യം വഹിച്ച് ഒരുവൻ മരിക്കണം. ആമേൻ, ഹല്ലേലൂയ. അതിന് പിതാവ് പദ്ധതി ഇട്ടേ കഴിയത്തുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള രക്ഷയിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ വരുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽ നേരം കർത്താവിന്റെ കൃപയ്ക്കീഴിൽ ഇന്നും നാനും നിങ്ങളും ആയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കറിയാം, അഭിഷേകം പ്രാപിച്ചവർക്കറിയാം, അവരനുഭവിക്കുന്ന നിത്യസമാധാനത്തിന്റെ മഹത്വം എത്ര അധികമാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ കയ്യിൽ പലതും ഇല്ലെങ്കിലും പലതും നടക്കുന്നില്ലെങ്കിലും ശ്രദ്ധിക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിത്യ സമാധാനമുണ്ട്. അതുകൊണ്ട് സ്നാനപ്പെട്ടിട്ട് ഇന്നും സമാധാനമില്ലെന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസം പരിശോധിച്ചോണം കേട്ടോ. കാര്യം ദൈവം നമുക്ക് ഒരുക്കി വെച്ച സമാധാനം എന്താണെന്ന് ചിന്തിക്കണം. വല്ലാതെ നിലവിളിക്കുകയും ഭാരപ്പെടുകയും വേദനിക്കുകയും നുറുങ്ങുകയും ചെയ്യുന്ന ശ്രദ്ധിക്കണം. ഈ സമാധാനം കർത്താവ് ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾ വ്യക്തിപരമായിട്ട് പ്രാപിക്കണം. ഇത് പ്രാപിച്ചാൽ മാത്രമേ ദൈവത്തെ രുചിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് ഏക ശരീരത്തിൽ നമ്മോട് നിരൂപിക്കുവാനും തന്നെ അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. കണ്ടോ, ദൂരത്തായിരുന്നവർക്ക് സമാധാനം, സമീപത്തായിരുന്നവർക്കും സമാധാനം. ഇതായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉദ്ദേശം. സ്തോത്രം. സമീപത്തുള്ളവർക്ക് സമാധാനം ലഭിച്ചു. പക്ഷെ ദൂരസ്ഥരായിരുന്ന നമുക്ക് സമാധാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രസംഗം കേൾക്കണമായിരുന്നു. അപ്പോൾ ആ പ്രസംഗത്താൽ നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൂരത്തായിരുന്ന നമ്മെ ക്രിസ്തു മുഖാന്തരം, യേശുവിന്റെ രക്തം മുഖാന്തരം നമ്മൾ പിതാവായ ദൈവത്തോട് നമ്മളെ സമീപമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇത് പറയുന്നത് വെറുതെ പറയുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കുന്ന ഞാൻ അങ്ങനെ അറിയുന്നത്, ഇത് അറിയുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിലിരിക്കുന്ന ഒരുവനറിയാം, ഞാൻ ശരീരത്തിലും എന്റെ മനസ്സിലും ആത്മാവിലും പ്രാണനിലും അനുഭവിക്കുന്ന ഒരു സാന്നിധ്യം അറിയുന്നുണ്ട്. അത് പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിലേക്ക് എന്നെ അടുപ്പിച്ചത് യേശുവിന്റെ രക്തമാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഈ മർമ്മങ്ങളെ പ്രസ്താവിക്കുമ്പോൾ, ഈ മർമ്മങ്ങളെ ആഴത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും, ദൈവ മഹത്വത്തോടെ വെളിപ്പെടും. കാര്യം ഇത് ക്രിസ്തുവിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ആമേൻ. വായിച്ചാട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണിത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് അവൻ മുഖാന്തരം, യേശു ക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട ജാതികളായിരുന്ന നമുക്ക് എല്ലാവർക്കും. കണ്ടോ, പരിശുദ്ധാത്മാവ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ദൈവത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ പകർന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്ന എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. അപ്പോൾ ഏക ആത്മാവിനാൽ മാത്രമേ ഐക്യതയെ ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് വെച്ചോ, ഒരു പ്രസ്ഥാനത്തിൽ കൂടെ നിന്നെന്ന് വെച്ചൊന്നും ഐക്യത, അതാ പ്രസ്ഥാനത്തിന്റെ ഐക്യതയാണ്. തിരുവെഴുത്ത് പറയുന്ന ഐക്യത എന്ന് പറയുന്നത് ഏകാത്മാവിനെ പാനം ചെയ്യപ്പെട്ടവർ ഏകാത്മാവിനാൽ അവർ ഒന്നായി തീരുകയാണ്. അപ്പോൾ ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഓരോ വ്യക്തിയും ക്രിസ്തുവിൽ ഒന്നാണ്. ആമേൻ. കരങ്ങൾ ദൈവത്തെ ബന്ധപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അവര് ക്രിസ്തുവിൽ ഒന്നാണ്. വായിച്ചാട്ടെ. ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക്. കണ്ടോ, അപ്പോൾ നമ്മെ അടുപ്പിച്ചിരിക്കുന്നത് പിതാവിങ്കിലേക്ക്. ഇനി നമ്മളുടെ സ്വന്തം ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ നിറയപ്പെട്ട് നമ്മൾ ഈ ആത്മാവിനെ പ്രാപിച്ച, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. ഇനി നമ്മുടെ ശരീരത്തിൽ വീണ്ടെടുപ്പ് നമ്മൾ പ്രാപിച്ച് നമുക്ക് പിതാവിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമാണ് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമുള്ളൂ. ഹല്ലേലൂയ. വെള്ളയുടുപ്പിട്ടാൽ പ്രവേശനം ലഭിക്കില്ല, മീശ പഠിച്ചതിന് പ്രവേശനം ലഭിക്കില്ല. ചിലര് കാലെ ചെരുപ്പിടത്തില്ല, ചിലര് ചുമ്പായിട്ട് നടക്കത്തുള്ളൂ, സ്വർണ്ണം ഉപേക്ഷിക്കും. അപ്പൊ ഇതൊക്കെ തെറ്റാണോ? ഇതെല്ലാം ശരിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ശരി ഞാൻ പറയാം, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. അതിനാൽ നിനക്ക് പിതാവിലേക്ക് പ്രവേശനം ലഭിക്കും. ആമേൻ. വായിച്ചാട്ടെ.
ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. സ്തോത്രം. അവിടെ വയ്ക്കുന്ന യേശു ക്രിസ്തു അവിടെ അന്യന്മാരും പരദേശികളും അല്ല. അപ്പോൾ നമ്മളിത് എപ്പോഴും പറഞ്ഞു, ഞാൻ കർത്താവിന്റെ പൈതലാണ്, ആമേൻ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. ഈ പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുമ്പോൾ അറിയാം, ചിലരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ചിലരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ചിലർ ആരാധന കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് കൃത്യം അറിയാം. കാര്യം അവർ ക്രിസ്തുവിലേക്കല്ല ചിലർ വരുന്നത്, ലോകത്തിൽ കൂടെ കണ്ട് പരതും. ശ്രദ്ധിക്കണം, അത് ക്രിസ്തുവിൽ വരുന്നുണ്ടെങ്കിലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. രക്ഷിക്കപ്പെട്ടതാണ് നമുക്ക് തെളിവ് കിട്ടത്തുള്ളൂ. എന്താണ് അവിടെ വായിക്കുന്നത്? അവയാൽ നിങ്ങൾ അന്യരും ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും. കണ്ടോ, നമ്മൾ അന്യരല്ല, പരദേശികളല്ല. നമ്മെ അവന്റെ ആത്മാവിനാൽ നമ്മൾ മുദ്രവെച്ച് നമ്മുടെ അകൃത്യങ്ങളെ യേശു രക്തത്തിൽ കഴുകി പുത്രനാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പിതാവിലേക്ക് നമുക്ക് പ്രവേശനം നൽകി. ഇതൊക്കെ നമ്മൾ ശരീരത്തിലും ആത്മാവിലും പ്രാണനിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഞാൻ അടിവരയിട്ട് പറയണേ, ഞാൻ അന്യരല്ല, ഞാൻ പരദേശിയല്ല. ആമേൻ. ഇത് പറയുവാനുള്ള സ്വതന്ത്രം, ആ ക്രെഡിബിലിറ്റി എല്ലാ അഭിഷേകം പ്രാപിച്ച വിശുദ്ധന്മാർക്കും സ്വർഗം കൊടുക്കുന്നുണ്ട്. പ്രാപിച്ചവരെ ഓർത്തിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രാപിച്ചിട്ടുള്ളവർ ഇപ്പോൾ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അത് സ്വതന്ത്രം ലഭിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടണം. ആത്മാവിൽ നടത്തപ്പെടുന്നില്ലെങ്കിൽ നീ വെറും എന്താ പറയുന്നത്, ഈ പൂളത്തേങ്ങ പോലെയാ. സ്വന്തം തേങ്ങ പോലെ പുറത്ത് തൊണ്ടേ പച്ച കാണും, പക്ഷെ അകത്തൊന്നും കാണത്തില്ല. അതൊക്കെ സ്വന്തം മരപ്പെട്ടിയോ കടവാവലൊക്കെ കുത്തി തുളച്ച് അതിനകത്ത് നീര് കുടിച്ചിട്ട് പോകുന്ന പോലെ കിടക്കും. ഇതുപോലെ ചില വിശ്വാസികളുടെ പുറമെ നോക്കിയ പച്ചയായിട്ട്, പക്ഷെ അകത്തൊന്നും ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇത് നിന്റെ ഹൃദയത്തിൽ പ്രാപിച്ച രക്ഷയുടെ സത്യനിമിത്തം നിന്റെ വാ കൊണ്ട് പ്രസ്താവിക്കണം, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പ്രസ്താവിക്കണം. അവരെ രക്ഷിക്കപ്പെടുകയുള്ളൂ. ആമേൻ. വായിച്ചോട്ടെ. അന്യന്മാരും പരദേശികളുമല്ല, അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ. കണ്ടോ, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ് നമ്മള്. അപ്പൊ നമ്മളുടെ സ്തോത്രം ബാക്കി ശേഷം വിശുദ്ധന്മാർ എവിടെ കിടക്കുന്നത്? എബ്രായ ലേഖനത്തിൽ കിടപ്പുണ്ട്. സ്തോത്രം. ആ വിശുദ്ധന്മാരെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ആകെ സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം, അല്ലേ? അങ്ങനെ അവിടെ പറയുന്നത് ഒന്ന് വായിച്ചേ. സ്തോത്രം, സ്തോത്രം. അവിടെ എബ്രായ ലേഖനം, ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം, സ്തോത്രം, അതിന്റെ 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുന്ന ഇങ്ങനെ, ആകയാൽ നാമും. കണ്ടോ, ശ്രദ്ധിക്കണം, ആ പദം ശ്രദ്ധിക്കണം. പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ ഇവിടെ വെളിപ്പെടുത്തുന്നത് പൗലോസ് അപ്പോസ്തലനാണ്, നമ്മൾ അനുമാനമാണ് പറയുന്നത്. എന്നാൽ ഇവിടെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് ആകയാൽ നാം ആദ്യം ഫസ്റ്റ് നമ്മളാ. ശ്രദ്ധിക്കണം, നാമും. കണ്ടോ, സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും. കണ്ടോ, അപ്പോ ഭാരം എവിടെയാണ്? അപ്പോ ദൈവം നിത്യ സമാധാനം നൽകിയിട്ടുണ്ട്. പിന്നെ ആർക്കാണ് ഭാരം? ശ്രദ്ധിക്കണം. അപ്പോ സമാധാനം അനുഭവിക്കുന്നവർ ചുമ്മാ ഇരുന്ന് കരയില്ല, നെടുവീർപ്പിടില്ല, അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. ചിലരുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഭാരവും പ്രയാസവും കയറി നിൽക്കുക. എന്താ കാരണം? ഈ രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ നിലനിൽക്കണം. നമ്മൾ നശിച്ചു പോകുന്നില്ല. നമ്മളുടെ സ്വന്തം നിത്യമായ നമുക്കൊരു ഭവനം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം നമുക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു. അപ്പോൾ ആ അറിവുള്ളവർക്കേ ആശ്വാസം ലഭിക്കുന്നുള്ളൂ. നമുക്ക് നിത്യമായൊരു ഭവനം സ്വർഗത്തിലുണ്ട്. ഇവിടെ എബ്രായ ലേഖനം പറയുന്നതാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. അപ്പൊ സ്ഥിരത ആർക്കാ കിട്ടുന്നത്? വിട്ട് കളയുന്നവർക്കേ കിട്ടത്തുള്ളൂ. അല്ലെ, ഓട്ടം ശരിയാകത്തില്ല. ചിലരുടെ ഓട്ടം കാണുമ്പോ ഓഞ്ഞും ചാഞ്ഞും വേച്ചും പോകുന്നത് വിശ്വാസത്തിൽ കാണുമ്പോ ശ്രദ്ധിക്കണം. എവിടെയൊക്കെയോ വിട്ട് കളയേണ്ടത് പലതുകൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചാഞ്ഞ മതിലായിട്ടും ആടുന്ന വേലിക്കായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്നതൊന്നും മറന്നു പോകരുത്. ഇവിടെ ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്
മുമ്പിൽ മുമ്പിൽ വച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ഓട്ടം ഓട്ടം. സ്ഥിരതയോടെ ഓടുക. അപ്പൊ സ്ഥിരതയോടെ ഓടണം. നമ്മളുടെ ഓട്ടം എങ്ങനെയും ഓടിയാ പോരാ, സ്ഥിരതയോടെയുള്ള ഓട്ടം ഓടുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഇന്ന് പകൽ നേരം ദൈവസ്ഥാനം നിന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവസ്ഥാനം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ പാനം ചെയ്തവർ മനസ്സിലാക്കണം, നിന്റെ കടങ്ങളെ എല്ലാം ക്ഷമിച്ചിരിക്കുകയാണ്, എല്ലാ കടങ്ങളെയും പോക്കിയിരിക്കുകയാണ്, കർത്താവിന്റെ നല്ല അംശത്തോട് നിന്നെ ചേർത്ത് ഒട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മകനെ, നീ ഓടുമ്പോൾ ഈ ഓട്ടക്കളത്തിൽ ഓടിയവർ അനേകം പേരുണ്ട്. എന്നാൽ ഓടി വിരുദു പ്രാപിച്ചവർ സ്വന്തം ഹാളലി അവർ പ്രതിഫലം മേടിക്കുവാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ചെന്നെത്താതെ അവനൊരു സ്വന്തം അവർക്കത് പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഹാളലി അവർ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കർത്താവ് നല്ലത് നമുക്ക് വേണ്ടി മുൻകരുതിയിട്ടുണ്ട്. സകല വിശുദ്ധന്മാരും ന്യായപ്രമാണത്തിൽ കഴിയുന്ന പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം ഓടി തികച്ച് അവിടെ സ്വർഗത്തിൽ ചെന്നിട്ടുണ്ട്. അപ്പോഴും അവരും ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അവസാനമായി ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട അവസാന വ്യക്തിയും കർത്താവിന്റെ പദ്ധതി പ്രകാരം രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എത്തുമ്പോഴാണ് പ്രതിഫലം നമുക്ക് കിട്ടുവാൻ ഇടയായിത്തീരുന്നത്. അതുവരെയും അവരവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ആമേൻ. വായിച്ചാട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന കണ്ടോ. അപ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കണം. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കഷ്ടങ്ങളും ക്ലേശങ്ങളും അപമാനങ്ങളെല്ലാം വിട്ടുകളയണം. കാരണം നമ്മൾ മുമ്പിൽ വെച്ചിരിക്കുന്ന മഹിമയെ ഓർക്കുമ്പോൾ ഇതെല്ലാം അലക്ഷ്യമായി കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നെങ്കിൽ ഇതൊക്കെ പ്രശ്നമില്ലെന്ന് കണ്ട് മുന്നേറുവാൻ ഇടയായി തീരണം. ഭീരുക്കൾ പറയും, അയ്യോ എനിക്ക് പറ്റില്ല, സാധിക്കത്തില്ല, നടക്കത്തില്ല. ഭീരുക്കളെ ദൈവത്തിന് ആവശ്യമില്ല. നീ എന്തുകൊണ്ട് ധീരനായും ധൈര്യമുള്ളവനായി തീർന്നത്? നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നീ അനുസരിച്ച് നടന്നപ്പോൾ, നിന്നിൽ ദൈവത്തിന്റെ കൃപ നിന്നിൽ ഇടപെട്ടപ്പോൾ, അല്ലെങ്കിൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ലെന്ന് എണ്ണുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ശരീരത്തിലും അല്ലെങ്കിൽ ജീവിതത്തിലും പലവിധ തകർച്ചകളും അല്ലെങ്കിൽ ഇടർച്ചകളും വെല്ലുവിളികളും മുറിവുകളും വന്നപ്പോഴും നീ വീട് പോകാതിരുന്നത് നിന്റെ മേൽ വീടിരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ പുതപ്പാണ് നിന്നെ ജയാളിയായിട്ട് ഇന്നും യോർദാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വലിയ കൃപ തന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കൃപ തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. സോദരൻ, നമ്മൾ അവിടെ മടങ്ങി വരാം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം നമ്മൾ വായിച്ചത്. അവിടെ വായിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, 2-ാം അധ്യായം നമ്മൾ വായിച്ചു. അവിടെ വായിക്കുന്നത് എന്താണ്? ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. അപ്പോൾ ദൈവത്തിന്റെ ഭവനക്കാരാണ് നമ്മൾ, വീട്ടുകാരാണ് നമ്മൾ. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വേണം. ഹല്ലേലൂയ. ഇവിടെ നീ ഒരു നല്ല വീട്ടിൽ കിടന്നാലും ശരി, ചെറ്റക്കുടിൽ കിടന്നാലും ശരി, നിനക്ക് നീ അഭിഷേകം പ്രാപിച്ച ദൈവവിധത്തിലാണെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്. ഈ പ്രത്യാശയായിരിക്കണം ഒരു ദൈവവൈതലിനെ സ്വന്തം ചലിപ്പിക്കേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ അവരിൽ കെട്ടിടം മുഴുവനും. അപ്പോൾ മനസ്സിലാക്കണം, പണി അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് കീഴിൽ പണിയപ്പെട്ട ഉപദേശപ്രകാരം പണിയപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കെട്ടിടങ്ങളാണ്, ഭവനക്കാരാണ്. ആമേൻ. വായിച്ചേ. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ആമേൻ. അടുത്തത്. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതുവരുന്നു. കേട്ടോ, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച്. അപ്പോൾ ആത്മാവിൽ ഒന്നിച്ച് പണിത് വരുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പണി അഭിഷേകം പ്രാപിച്ച എല്ലാ പ്രിയപ്പെട്ടവരിലും ഇത് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരിലും ഈ പണി നടക്കുന്നുണ്ട്. ആമേൻ. അല്ലാതെ ഇതിന്റെ നടുവിൽ സ്തോത്രം മറ്റൊന്നല്ല, ദൈവത്തിന്റെ പണി എല്ലായിടത്തും നടന്നുകൊണ്ട്. ആ വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചേ.
അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. സ്തോത്രം. നമുക്കത് വായിക്കുമ്പോൾ ആ പണിത് വരുന്നു എന്നുള്ള ഭാഗം മനസ്സിലാകണമെങ്കിൽ മറ്റൊരു വാക്യം നമ്മൾ ഇതിന്റെ കൂടെ വായിക്കണം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം. ഹല്ലേലൂയ. അവിടെ 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5:9. 1 പത്രോസ് 5:9. ആമേൻ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗ്ഗത്തിൽ, ഇവിടെ ലോകത്തിൽ നിങ്ങൾക്ക് നമ്മുടെ സഹോദരവർഗം എന്ന് പറയുന്നത് നാം എങ്ങനെയാ നാമായി തീർന്നത്? നമ്മെ ഒന്നാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മെ ഒന്നാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മതത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? ആത്മാവിനെ പ്രാപിക്കാത്തവർ ഒരുമിച്ച് വന്നിരുന്ന് അന്യഭാഷ പറഞ്ഞ് കൈയടിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതാണ്. അപ്പൊ ചോദിക്കുക, അന്യഭാഷ ദൈവത്തിന്റെ ആത്മാവിനാലല്ലേ? അതെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാലാണെങ്കിൽ ദൈവാത്മാവിന്റെ നിലവാരം സൂക്ഷിക്കും. ഹല്ലേലൂയ. അപ്പോൾ മതവും മാർഗവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം. ആമേൻ. അന്യഭാഷയുടെ വിഷയത്തിലെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചവർ അവരുടെ ഫലത്തെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അവർ ദൈവത്തിന്റെ ആത്മാവിനെയാ പ്രാപിച്ചതെങ്കിൽ അവരുടെ വായിലെ പ്രസ്താവനകൾ അതിന് ഒത്തതായിരിക്കും. ആമേൻ. ഒരു കുഞ്ഞ് വളരുന്നുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാ? ഫോട്ടോ എടുത്ത് വെക്കല്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അറിയാം. എന്തൊക്കെയാണ്? കൊച്ചിന്റെ സംസാരത്തിന് മാറ്റം വരും, നടക്കാൻ തുടങ്ങും, ഓടുവാൻ തുടങ്ങും. നീന്തിക്കൊണ്ടിരുന്ന കൊച്ച് എഴുന്നേറ്റ് നടക്കുന്നു, പിന്നെ അത് ഓടും, സംസാരിക്കും, പ്രവർത്തിക്കും, ചിരിക്കും, കരയും, എല്ലാം നടക്കും. ഇമോഷണലി ആ കൊച്ചു വളർന്നുകൊണ്ടിരിക്കും. അസോ ഫിസിക്കലി മാത്രം, ഇമോഷണലി സ്പിരിച്വലി എല്ലാം വളർച്ച വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കുഞ്ഞ് വളരുക എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ മേഖലകളിൽ ഒരുപോലെയുള്ള വളർച്ചയാണ് വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മാവിനെ പ്രാപിച്ചവരുടെ വായിലെ വാക്കുകൾ, അവരുടെ ജീവിതം, എല്ലാ മേഖലകളും ഒരുപോലെ പ്രസക്തമാണ്. ഹല്ലേലൂയ. പ്രസക്തമാണ്. പ്രസക്തമല്ലാതെ ഈ നാളുകളിൽ കേൾക്കുന്ന ഒരു കാര്യമാ അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവിധ സ്തോത്രം. സഭയ്ക്കകത്ത് വന്നുകൊണ്ടിരുന്നവനും അടുത്തത് സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും ദുർനടപ്പ് വന്നാൽ അവിടെ അവനെ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, കേസിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അവൻ സ്തോത്രം മാർഗത്തിന്റെ വ്യക്തിയല്ല, അവൻ മതത്തിന്റെ വ്യക്തിയാണ്. മനസ്സിലാക്കണം. ഏതെങ്കിലും ഉപദേശത്തിൽ നിന്ന് തെറ്റിപ്പോയ ഒരുവൻ പ്രസ്ഥാനത്തിന്റെ അകത്തുണ്ടെങ്കിൽ അവൻ മാർഗത്തിന്റെ വക്താവല്ല, അവൻ മതത്തിന്റെ വക്താവാണ്. മതത്തിന്റെ അകത്ത് എങ്ങനെ നടക്കുന്നവന് എങ്ങനെ പോകുന്നവനും വരാം. പക്ഷെ മാർഗം അങ്ങനെയല്ല. മാർഗമാകുന്നത് അവരെ ആ മാർഗത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യവസ്ഥയുണ്ട്. അത് സ്വതന്ത്രം ലൗകികമല്ല, അത് ആത്മീകം മാത്രമാണ്. ആ ആത്മീകമായതെന്ന് അടിവരയിട്ട് പറയാം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാൻ മുദ്ര ചെയ്യപ്പെട്ടവരാണ് ദൈവത്താൽ പണിയപ്പെടുന്നുള്ളൂ. യുക്തമായി വളരുന്നത് ആ പണിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. ഈ പകൽനേരം മനസ്സിലാക്കണം, ഈ വചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ നമ്മൾ തയ്യാറായേ മതിയാകത്തുള്ളൂ. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, നമ്മളിപ്പോൾ വായിച്ചു. അവിടെ പറയുന്നത് എന്താണ്? ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗ്ഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ്, ആ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി. അപ്പോൾ ശ്രദ്ധിക്കണം, അവിടെ പത്രോസ് പറയുന്ന പ്രധാനപ്പെട്ട വാക്യം നിങ്ങളുള്ള സഹോദരർ ആ വക കഷ്ടപ്പാടുകൾ. അപ്പോൾ സഹോദരവർഗങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെല്ലാം ഈ ലോകത്തിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിരിക്കും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആർക്കാണ് കഷ്ടപ്പാട്? അഭിഷേകം പ്രാപിച്ചവർക്കാണ് കഷ്ടപ്പാടുള്ളൂ. അപ്പൊ ചോദിക്കും, ഞങ്ങൾക്കെല്ലാം കഷ്ടപ്പാടുണ്ടല്ലോ. ആ കഷ്ടപ്പാട് അത് വേറെ കഷ്ടപ്പാടാ. ഈ തിരുവെഴുത്തിലെ കഷ്ടപ്പാടുമായിട്ട് അത് ബന്ധമില്ല. കാര്യം അഭിഷേകത്തെ സൂക്ഷിക്കുവാൻ, അഭിഷേകത്തെ കരുതുവാൻ നീ സ്വന്തം നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളുണ്ട്. അത് ഭവനത്തിന്റെ അകത്തുണ്ട്, ദേശത്തിലുണ്ട്, സഭയ്ക്കകത്തുണ്ട്, കൂട്ടുകാരുടെയിലുണ്ട്, ഭവനക്കാരുടെയിലുണ്ട്. അഭിഷേകത്തെ സൂക്ഷിക്കുവാൻ നീ നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതിനെ കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ കഷ്ടപ്പാടെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. വഴിയിലിറങ്ങി ചോദിച്ചാൽ കഷ്ടപ്പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ?
എന്തെങ്കിലും കഷ്ടപ്പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതിങ്ങ് എടുത്തുകൊണ്ട് വരരുത്. ബുദ്ധിശൂന്യരായ പല ശുശ്രൂഷകന്മാരും ലോകത്തിലുള്ള സാധാ ജനത്തിലുള്ള കഷ്ടപ്പാടിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതാണ് കഷ്ടപ്പാടെന്ന് പറയാം. അതിൽ അഭിഷേകമില്ലാത്തതിന്റെ തെളിവാണത്. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവനറിയാം ദൈവത്തിന്റെ ആത്മാവിനെ സൂക്ഷിക്കുവാൻ, അവൻ കൃപയിലിരിക്കുവാൻ. അല്ലെങ്കിൽ അവൻ അനാവശ്യം സംസാരിക്കാൻ കഴിയത്തില്ല, അനാവശ്യം പ്രവർത്തിക്കാൻ കഴിയത്തില്ല, സ്വന്തം ദുർമാർഗത്തിലൂടെ പോകാൻ കഴിയത്തില്ല. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ക്രമീകരണം ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. അപ്പോൾ ആ ക്രമീകരണം വരുമ്പോൾ ലോകത്തിൽ കഷ്ടനഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ട് വരും, പലതും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് പറയും വരും. അപ്പോൾ പലതും അനുഭവിക്കുന്നതിന് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. അഭിഷേകം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കഷ്ടപ്പാടുകൾ എന്ന് അപ്പോസ്തലനായ പത്രോസ് തന്റെ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. ആ കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു. അപ്പോൾ ആ കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുമ്പോൾ അഭിഷേകം പ്രാപിക്കുന്നവർ കടന്നു പോകുന്ന കഷ്ടതയുടെ ബാധകൾ എന്ന് പറയുന്നത് ഒരിക്കലും മാറിപ്പോകുന്ന, പ്രാർത്ഥിച്ചാൽ മാറത്തില്ലത്. നമ്മളെ ചിന്തിക്കുന്ന കുറച്ച് ദിവസം ഒരാഴ്ച ഉപവാസം എടുത്താൽ മാറത്തില്ല. ഇത് ദൈവം വെച്ചിരിക്കുന്നതാണ്. എന്തിനാ വെച്ചിരിക്കുന്നത്? നീ നല്ല പൊന്നായിട്ട് പുറത്തു വരണം, കീടം മാറി നീ പുറത്തു വരണം. ആ തീ തട്ടാൻ ഉപേക്ഷിക്കത്തില്ല. തട്ടാനോട് പറയുക, ചേട്ടാ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്, സ്വർണ്ണം അങ്ങനെ തന്നെ ഇരുന്നാൽ കുഴപ്പമില്ല, അത് എന്തിനാ ഇങ്ങനെ ഊതി 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 അത് വരുന്നത്. അപ്പൊ തട്ടാൻ പറയും, നീ പറഞ്ഞതുപോലെ ഇരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഊതുമ്പോഴാണ് ഈ പൊന്നിന്റെ വില കൂടുന്നത്. ആമേൻ. പൊന്നിന്റെ വില എപ്പോഴാ കൂടുന്നതെന്ന് അറിയാവോ? എപ്പോഴാ കൂടുന്നത്? അത് ഊതി അതിന്റെ കീടം മാറുമ്പോഴാണ് ആ തട്ടാന് നല്ല ഉരുപ്പടി കിട്ടുന്നത്. അപ്പോൾ നല്ല ഉരുപ്പടി നമ്മെ കർത്താവ് ഒരുക്കിയെടുക്കുന്ന നല്ല ഉരുപ്പടിക്കായിട്ടാ. അഭിഷേകത്താൽ നിറയപ്പെട്ട ദൈവ പൈതൽ ഈ ലോകത്തിൽ കഷ്ടങ്ങൾ തികഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ ഈ കഷ്ടങ്ങളിൽ തകർന്നു പോകത്തില്ല, എന്നെ അപ്പുറം കർത്താവ് കടത്തുക തന്നെ ചെയ്യും. വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഭാരപ്പെടരുത്. അത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പെട്ടതാണ്. അഭിഷേകം പ്രാപിക്കുകയോ രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ വേർപെടുകയോ ചെയ്യാത്തവരെന്നുകൊണ്ട് പറയും ഇതെല്ലാം ശരിയാ, എന്റെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നു പറഞ്ഞാലോ മനസ്സിലാക്കണമേ, നിന്റെ മൂക്കിലെ ശ്വാസം ഈ പ്രസംഗം കേൾക്കുമ്പോ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടാത്ത നിന്നെ കൊടുവാൻ പിശാചോ അല്ല ദൂതന്മാരോ വരാൻ പോകുന്നു. മനസ്സിലാക്കണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവനെ കൊണ്ടുപോകാനാണ് തന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നത്. അവരങ്ങനെയാണ്, അവർക്ക് അതിനെ അർഹരായി തീർന്നത്. ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ചിലരോട് പറയും ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ആരോട് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത ആരാ ഉള്ളേ? ഭയങ്കര രോഗമില്ലാത്ത ആരാ ഉള്ളേ? ശരീരത്തിൽ എന്തെങ്കിലും രോഗമില്ലാത്ത ഒരു മനുഷ്യൻ ഈ തലമുറയിലുണ്ടോ? അപ്പൊ അതല്ലല്ലോ വിഷയം. മനസ്സിലാക്കണം, തെറ്റിപ്പോകരുത്. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? ഈ കഷ്ടമാണെന്ന് ഞാൻ പറയാം. നിന്നിൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ടെങ്കിൽ അഭിഷേകം നിലനിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ചില റൂട്ടുകളുണ്ട്. എന്താണെന്നറിയോ റൂട്ട്? അത് ഇതിലെ ജോലിക്കും കൂലിക്കും വിസ കിട്ടാനും PR കിട്ടാനും ഉള്ള കാര്യത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് കർത്താവിൻ സുവിശേഷം അറിയിച്ച അപ്പോസ്തലന്മാർ സുവിശേഷം നിമിത്തമാണ് കഷ്ടം സഹിച്ചത്. സുവിശേഷ നിമിത്തമാ കഷ്ടം സഹിച്ചത്. സുവിശേഷ നിമിത്തം ഒരുത്തരും ഒരു 100 കയ്യിലുണ്ടാകുന്ന 8-10% കഷ്ടം സഹിക്കുന്നുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം സിംഹഭാവവും ഒന്നും അനുഭവിക്കുന്നില്ല, സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുവിശേഷ പ്രകാരമാണോ കഷ്ടം സഹിക്കുന്നത്, അതിന് മാത്രം ആ പ്രതിഫലമുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും അവിടെ വന്നിട്ട് കർത്താവേ ഈ ലോകം മുഴുവൻ കഷ്ടമായിരുന്നു, എനിക്കും പ്രതിഫലം എന്താ, എല്ലാരും വരത്തില്ലയോ? അപ്പൊ അതല്ല സംഭവം. വായിച്ചേ പത്രോസിന്റെ ലേഖനം ഒന്ന് വായിച്ചേ. അല്ല, വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചേ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന്റെ പത്രോസ് അപ്പോസ്തലൻ പറയുക, മകനെ നീ ഭാരപ്പെടുമ്പോൾ ആ ഭാരത്തിൽ നീ ക്ലേശിക്കരുത്. കാര്യം ദൈവത്തിന്റെ വലിയ മാസ്റ്റർ പ്ലാനിൽ പെട്ടതാണ് നിന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഇത് നിനക്ക് മാത്രം വന്നതല്ല. അഭിഷേകം പ്രാപിച്ച എല്ലാവരും അവരവരുടെ മേഖലകളിൽ ഈ ശോധനയിലൂടെ പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്.
ആമേൻ. അത് തിരിച്ചറിയണം. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്നെ പോലെ ശുശ്രൂഷയിലായിരിക്കുന്ന അഭിഷിക്തന്മാർ ലോകത്തിന്റെ പല ഭാഗത്ത് അവരുടേതായ മേഖലകളിൽ ശോധന ചെയ്യപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. അതിലെല്ലാം അവർ തകർന്നു പോകുകയല്ല, വളർന്നു വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവാത്മാവിലാണെങ്കിൽ ആത്മാവിൽ വളർച്ച ഉണ്ടാകും. ദൈവാത്മാവിൽ അല്ലാതെയാണ് കഷ്ടം ധരിക്കുന്നതെങ്കിൽ കുറെ നാൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവന്റെ വഴിക്ക് പോകും. മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിനാലല്ല. മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം പുതുക്കം വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സിലൂടെ പോയിട്ടാണ്. കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് ഉള്ള ആത്മീയ ജീവിതം അല്ല ഇന്ന്. വളരെ മാറിയില്ലേ? കാരണം എന്താ? ഈ പ്രോസസ് എന്നെ എത്തിച്ചിരിക്കുകയാണ്. ഇനി യേശു ക്രിസ്തുവിന്റെ വരവ് താമസിച്ചാൽ, എന്നെ മരണം സംഭവിച്ചില്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ ഈ സ്ഥിതിഗതികളെ മാറ്റുന്നു. കാരണം ഈ പ്രോസസ്സിന്റെ അടുത്ത സ്റ്റേജുകളിലേക്കാണ് ദൈവം എത്തിക്കുന്നത്. ഇതാർക്കാണ് അർഹമായി തീരുന്നത്? അഭിഷേകം പ്രാപിച്ച ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനം നൽകുവാൻ പിതാപുത്രനാകുന്ന യേശു ക്രിസ്തു നമുക്ക് ഒരുക്കി തന്ന രക്ഷയുടെ പുതുവഴി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി. വായിച്ചാട്ടെ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽക്കും. കണ്ടോ? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽക്കും. അപ്പൊ ആരോട് എതിർക്കുവാനുണ്ട്? കഷ്ടത സഹോദരവർഗം, അഭിഷേകം പ്രാപിച്ച സഹോദരവർഗങ്ങളെല്ലാം ഒരേ കഷ്ടപ്പാടുകളുടെ മുമ്പോട്ട് പോകുന്നു എന്ന് പത്രോസ് പറയുകയും നിങ്ങൾക്ക് കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വരുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരത വരണം. എന്തിനായി കഷ്ടത വരുന്നതെന്നറിയാവോ? വിശ്വാസത്തിൽ സ്ഥിരത വരാനാണ്. അപ്പൊ ചോദിക്കുന്നത്, ഞങ്ങൾ അങ്ങ് സ്ഥിരതയുള്ളവരാണെന്നുകൊണ്ട് 1000 വട്ടം പറഞ്ഞ സ്ഥിരത ഉണ്ടാവും? ഉണ്ടാകത്തില്ല. കാര്യം പരീക്ഷിക്കുന്നത് ദൈവമല്ല. പരീക്ഷിക്കുന്ന ആരാ? പരീക്ഷിക്കുന്നത് പിശാചാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. ഉടനെ അവൻ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ പ്രാപിച്ചവർ ഓരോരുത്തരോ ശത്രുവാകുന്ന പിശാചിനോടുള്ള പോരാട്ടത്തിലാണ് ആയിരിക്കുന്നത്. ആർക്കാ പോരാട്ടമുള്ളത്? ആർക്കാ പോരാട്ടമുള്ളത്? അഭിഷേകം പ്രാപിച്ചവർക്കാണ് പോരാട്ടമുള്ളത്. അപ്പൊ ചിലർ പറയും, അഭിഷേകം എനിക്കും പോരാട്ടം. എന്റെ പോരാട്ടം രക്ഷിക്കപ്പെടാത്തതുകൊണ്ടുള്ള പോരാട്ടമാണ്. രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ചു നിൽക്കുമ്പോൾ നീ നേരിടുന്ന പൈശാചിക പോരാട്ടത്തിന്റെ ലെവല് വേറെയാണ്. ഹല്ലേലൂയ. അവിടെ ആ സംശയം വരുന്നത് തന്നെ മുകളിലോട്ട് നമ്മൾ കയറി വായിക്കാം അല്ലെ? അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോ സാത്താനെ സിംഹത്തോട് ഉപമിച്ച് അവിടെ പത്രോസ് പറയുന്നു, അവൻ അലറി വരികയാണ്. ആരെ വിഴുങ്ങണം, ആരെ വിഴുങ്ങണം, ആരെ വിഴുങ്ങണം, ചുറ്റി നടക്കുകയാണ്. ചുറ്റി നടക്കുമ്പോൾ ഓരോ അഭിഷിക്തന്മാരെ വിഴുങ്ങാൻ അവൻ അടുത്തു വരുമ്പോൾ വിശ്വാസത്തിന്റെ സ്ഥിരത കാണുമ്പോൾ ഈ സിംഹം വിട്ടു. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ സ്ഥിരത വരുമ്പോൾ സിംഹം വിട്ടുപോകും. ആമേൻ. ആ സ്ഥിരതയുടെ മുമ്പിലാണ് സാത്താൻ ഭയപ്പെടുന്നത്. വിശ്വാസത്തിന്റെ സ്ഥിരത പ്രാപിച്ചവന്റെ മുമ്പിൽ സാത്താൻ നിൽക്കാൻ കഴിയത്തില്ല. അവന്റെ ലിസ്റ്റിൽ നിന്ന് ഇവരുടെ പേര് മാറും. ഇത് പറയുമ്പോൾ എന്റെ ഉള്ളത്തിലേക്ക് വേറൊരു ഭാഗം കൂടെ കയറി വരുന്നുണ്ട്. അതുകൂടെ വായിച്ചൊക്കെ വേറെ നിർത്താം. ഈ ഭാഗം വായിക്കുമ്പോൾ എന്റെ ഈ സാത്താൻ വരുന്നതിനെ കുറിച്ച് ഇവിടെ പത്രോസ് പറയുന്നുണ്ട് അല്ലേ? നിങ്ങൾ സഹോദരവർഗങ്ങൾക്കെല്ലാം ആ കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്ന് പത്രോസ് പറഞ്ഞു. നമ്മളത് കേട്ടു. അങ്ങനെയെങ്കിൽ ഏത് വിഷയത്തിലാണ് വിശ്വാസത്തിന് സ്ഥിരത വരുന്നത് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അതൊന്നും നമുക്ക് ചിന്തിക്കാം. അവിടെ വായിക്കുന്നത് സ്തോത്രം സ്തോത്രം അതിന്റെ 3 മുതലൊന്ന് വായിച്ചേ, അല്ലെങ്കിൽ 2 മുതൽ വായിച്ചോ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവീൻ. അപ്പോൾ ഇത് ആരെ കുറിച്ചാ? ശുശ്രൂഷകരെ കുറിച്ചാ പറയുന്നത്. അവന്റെ വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാരോടാണ് ഈ പറയുന്നത്. അതായത് തിരുവെഴുത്തിന്റെ അകത്തൊന്നും ഈ സാധാരണ വിശ്വാസി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. അപ്പോസ്തല പ്രവർത്തിക്കുന്ന ഈ ഫിത്ത് ചാരിയിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അവിടെ പറയുന്നില്ല അല്ലേ? എല്ലാ ഞായറാഴ്ചയും ഒരു പൊതിയായിട്ട് വന്ന് അവിടെ വന്നിട്ട് പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് ബൈബിൾ എടുത്ത് ശമ്പളം പഴിഞ്ഞിരുന്ന് അവർ ദൈവദാസം പാടുമ്പോൾ ഒരു കുർബാനയും കണ്ട് കർത്തമേശ എടുത്തിട്ട് അവസാനം സ്വതന്ത്രം വിശുദ്ധുമ്മനെ കൊടുത്ത് വീട്ടിൽ പോയി പിറ്റത്തെ അവിടെ അതുപോലെ മടക്കി അതുപോലെ ബൈബിൾ വെച്ചിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച അതേ സാധനം എടുക്കുന്നത്. അങ്ങനെയുള്ളവർ വീട്ടിൽ ചെല്ലുമ്പോഴേ പിശാച് മുറ്റത്ത് സിറ്റ് ഔട്ട് തന്നെ സാത്താൻ കാലും കയറ്റി വെച്ചിരിപ്പുണ്ട്.
കാര്യം അവിടെ ചെന്നിട്ട് അവരോട് ഞങ്ങൾക്ക് വിടുതൽ വേണമെന്ന്. നിനക്ക് വിടുതലൊന്നും വരില്ല, നീ ഇങ്ങനെ കുറെ നാൾ കൂടെ പോണം. കാര്യം വിടുതൽ പറഞ്ഞെങ്കിൽ ആ സിറ്റ് ഔട്ടിലിരിക്കുന്ന സാത്താൻ അവന്റെ ബെഡ്റൂമിൽ കയറുമ്പോഴേ വിടുതൽ വരുത്തുള്ളൂ. കാര്യം എന്നാന്ന് പറയാ, പുറത്തുകൂടെ നടന്ന സാത്താൻ തോട്ടത്തിൽ കയറിയപ്പോഴല്ലേ വിടുതലായത്. ആമേ, വായിച്ചാട്ടെ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല. ദൈവത്തിന് ഹിതകരമാം വണ്ണം. അപ്പൊ ശ്രദ്ധിക്കണം, ശുശ്രൂഷ ദൈവഹിതം മാത്രം അന്വേഷിക്കുന്നതാണ്. ദൈവഹിതമല്ല മറ്റാരെങ്കിലും അതിൻ്റെ അകത്ത് വലിച്ചു കയറ്റിയ മകനെ, നിന്റെ പുറകിൽ ഒരുവൻ വായും പുളർന്ന് നടപ്പുണ്ട്, അവരെപ്പോ വേണേലും നിന്നെ ടേസ്റ്റ് ചെയ്യാൻ കയറി വരും. അപ്പോൾ ആ വാക്യം വളരെ ശ്രദ്ധിക്കണം. നിർബന്ധത്താൽ അരുത്, അല്ല. അപ്പൊ ദൈവത്തിന്റെ ഹിതമാം വണ്ണം മനഃപൂർവമായി. ചിലരെ ശ്രദ്ധിച്ചാൽ മനഃപൂർവമായിട്ടൊന്നും ചെയ്യാൻ റെഡിയല്ല. ആ കൂട്ടത്തിൽ പോകുന്നെങ്കിൽ നടക്കട്ടെ. ഹല്ലേലൂയ. ഉത്സവത്തിന് പോകുമ്പോ ഈ ആനയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. ആന ഇതെന്നാ നടക്കണമെന്ന് അറിയില്ല. അവൻ നടക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ശർക്കര കിട്ടാനും പിന്നെ പനമ്പട്ട തിന്നാനൊക്കെയാണ് ആന നടക്കുന്നത്, അല്ലേ? ആനയുടെ മുറുകത്ത് കുറെ പേര് കയറി നടപ്പുണ്ട്. അങ്ങനെ കയറിയിരുന്ന് പോകുന്ന ആനയ്ക്ക് സംബന്ധിച്ച് ഈ ഉത്സവം എന്നാന്നൊന്നും ആനയ്ക്ക് അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അതിന്റെ മുമ്പിൽ ചേറെ നടപ്പുണ്ട്. അവർക്ക് ആ ഉത്സവം നടക്കണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഇതുപോലെയാണ് മനഃപൂർവമായ ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. മനഃപൂർവമായി. ചിലരെ സ്വത്രം എങ്ങനെയും ചക്ക വീണ് മുയൽ ചാകട്ടെ എന്നുള്ള അവസ്ഥയിൽ പോകുന്നവരുണ്ട്. എനിക്കൊന്നും അറിയണ്ട, ഞാനൊന്നും കണ്ടില്ലേ. അങ്ങനെ പോകുന്ന പ്രശ്നങ്ങളുടെയൊക്കെ വലിയ വലിയ പ്രതിസന്ധികൾ ഈ നാളുകളിൽ സഭകളുടെ ഉടലെടുത്തിട്ടുണ്ട്. അത് ലോകരും കൂടെ എടുത്ത് കാണിച്ചോണ്ടായിരിക്കുന്നത്. കാരണം എന്നാ, മനഃപൂർവം ചെയ്യേണ്ടത് മനഃപൂർവം ചെയ്യണം. അത് മാതൃക കാണിക്കേണ്ടത് മാതൃക കാണിക്കണം. അതൊന്നും കണ്ടില്ലെങ്കിൽ വിഷയം. കാര്യം അലറി നടക്കുന്നവന് നിന്റെ ഈ സെന്റിമെന്റ്സ് ഒന്നും പിശാചിന് അറിയണ്ട. പറഞ്ഞേ. അയച്ചേ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും. പിശാച് നോക്ക, ഇവന്റെ എപ്പോഴും ഇവന്റെ കണ്ണെങ്ങോട്ടാ, പൈസയുടെ കാര്യമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മറഞ്ഞു വീണാലും എന്റെ കൈ പോക്കറ്റിൽ വീണം പൈസ. അങ്ങനെയുള്ള കുറെ പേരുണ്ട്. മകനെ, നിന്റെ പുറകിൽ നീ ശരിക്കും തിരിഞ്ഞു നോക്കണം. പുറകിൽ ഒരുവൻ നിപ്പുണ്ട് നിന്നെ വിഴുങ്ങാൻ. അനേകർക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നീ മനഃപൂർവമായി അവന്റെ വേലയിലേക്ക് പ്രവേശിക്കണം. ദ്രവ്യാഗ്രഹത്തിൽ അരുത്. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസിന് ഞങ്ങളുടെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു. കർത്താവിന്റെ പണസഞ്ജീവായിട്ട് പൊക്കോണ്ടിരുന്നവനായിരുന്നു. എന്ത് കിട്ടിയാലും, ഓഫറിങ് കിട്ടിയാലും അവൻ കൈ മേടിക്കും. എവിടെയെങ്കിലും സാമ്പത്തികത്തിന് വഴിയുണ്ടെങ്കിൽ അവൻ വാതുറന്ന് സംസാരിക്കും. നമ്മുടെ ഈ തലമുറയിലാണ് അങ്ങനെ ഒരുത്തൻ. നമ്മുടെ സംഘടനയിലുണ്ട്. എല്ലാരും പറയും അവരെ പോലൊരു ഭക്തൻ വേറെ ആരും ഇല്ലെന്ന് പറയും. കാര്യം കൃത്യം പണത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യം പറയുന്നുണ്ട്, അല്ലേ? അവനല്ല ഭക്തൻ. ദ്രവ്യാഗ്രഹം അരുത്. വായിച്ചേ. ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെ. കാര്യം മനഃപൂർവമായി കർത്താവിന്റെ വേല ചെയ്യുന്നവന് ഉന്മേഷം ഉണ്ടാകും. കാര്യം അവൻ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കുന്നത്. ആമേൻ. അവൻ രക്ഷാനുഭവത്തിലാണ് ഇരിക്കുന്നത്. അവന്റെ ഹൃദയം ആനന്ദത്താൽ നിറയുകയാണ്. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അപ്പോൾ ആ സന്തോഷത്തിലിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവനെ ദൈവത്തിന്റെ ആത്മാവ് ഉന്മേഷത്തിൽ നടത്തും. ആ ഉന്മേഷമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രാപിക്കേണ്ടത്. വായിച്ചേ. കാര്യം എനിക്ക് ഏതെങ്കിലും ഒരു സെന്ററിന് കീഴിൽ നല്ലൊരു സഭ കിട്ടിയാല് ഞാൻ സ്തോത്രം പറയുള്ളൂ. അങ്ങനെ കുറെ പേരുണ്ട്. ചില കുടുംബങ്ങളെയൊക്കെ നോക്കുമ്പോ കാണുന്ന സംഭവം, ഒരു സഭയ്ക്കകത്ത് ചെന്ന് കയറിയ അവരവിടെ ഒന്നും ചെയ്യില്ല, ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞങ്ങളോട് വാക്തത്വം പറഞ്ഞത് വരുന്നത് വരെ ഞങ്ങൾ അവിടെ അനങ്ങാതിരിക്കുകയാണ്. എന്നിട്ട് അടുത്തത് വന്നു കഴിയുമ്പോഴോ അവിടെ അങ്ങനെ കുറച്ച് ആളിരിക്കും. ആരംഭത്തിൽ കുറെ ഇളക്കപ്പരിപ്പം കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്തോത്രം ഈ മലാഖിക്കും മത്തായിക്കും ഇടയെ സ്തോത്രം എന്നാ കുറെ സൈലന്റ് പീരീഡ് ഉണ്ടായിരുന്നു, ഒരു ഡാർക്ക് ടൈം ഉണ്ടായിരുന്നു. ഇതുപോലെ ചിലരുടെ ശുശ്രൂഷയുടെ ഇതുപോലെ കുറെ ഡാർക്ക് ടൈം കയറുകയാണ്. കാര്യം അനക്കമില്ല. പിന്നെ ഇവിടുന്ന് പോയാൽ മതി. അടുത്തിടത്താണ് വിളവ്. ഞാൻ പറയട്ടെ, ഇതല്ല ശുശ്രൂഷ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വായിച്ചേ. മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. ആമേൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാവുമ്പോൾ
നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. കാരണം ഇനി ശ്രദ്ധിക്കണം, ഈ വാടാത്ത കിരീടം പ്രാപിക്കുക എന്നുള്ള വിഷയത്തിലേക്കാണ് വരുന്നത്. ഈ വാടാത്ത കിരീടം പ്രാപിക്കുന്നതിനാണ് വിശ്വാസത്തിന്റെ പരിശോധന വരുന്നത്. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വായിക്കുന്നത് എന്താണ്? ശത്രുവിന് പിന്നെ നിന്റെ മേൽ തൊടുവാൻ ഒരു അവകാശം കാണത്തില്ല. വിശ്വാസത്തിന്റെ സ്ഥിരത വന്നവർക്ക് ആ വാടാത്ത ജീവകിരീടം കിട്ടുകയുള്ളൂ. അതിനെന്ത് ചെയ്യും? കർത്താവ് തന്നെ അവരെ പരീക്ഷിച്ചറിയും. കർത്താവ് അതിനു വേണ്ടി റെഡിയാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരുത്തൻ കയറി വരുന്നുണ്ട്, അവന്റെ പേരാണ് സാത്താൻ. നമ്മൾ ചിന്തിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുമ്പോൾ എന്നെ വഴിതെറ്റിക്കാൻ ഒരുത്തം വരുന്നുണ്ട്. അതാണ് ജാതികളുടെ കൺസെപ്റ്റ്. ബൈബിളിന്റെ കൺസെപ്റ്റ് അങ്ങനെയല്ല. നീ കർത്താവിന്റെ കൃപയിൽ നിന്ന് ഇടതോട്ടോ വലതോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ശോധന ചെയ്യേണ്ടതിന് ദൈവത്തിന്റെ കമാൻഡ്മെന്റ് അനുസരിച്ച് തന്നെ സാത്താൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. കർത്താവിന്റെ അരുളപ്പാട് ലഭിക്കാതെ ഒരുവന്റെ മേലും സാത്താൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആരുടെങ്കിലും മേൽ സാത്താൻ കയറി വരുന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ് അത് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും മനസ്സില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ചിലർ LKG വിശ്വാസമായിട്ടിരിക്കുന്നത്. ആമേൻ. VBSന്റെ അകത്ത് വരുന്ന ഒരു യേശു, യൂത്ത് മൂവ്മെന്റിന്റെ അകത്ത് വരുന്ന യേശു ഒന്നും അല്ല കേട്ടോ, തിരുവെഴുത്തിലെ യേശു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പിള്ളേരുടെ കൂടെ കൂകി പാഞ്ഞ് വിസിൽ അടിച്ച് ബ്രേക്ക് ഡാൻസും കളിച്ച് നടക്കുന്നവനാണ് കർത്താവ്. അങ്ങനെയുള്ളവനെയൊക്കെ ചപ്പാനാണ് ഒരുത്തനെ വിട്ടിട്ടുണ്ടെന്ന് വചനം പറയുന്നത്. അവന്റെയൊക്കെ യൗവനകാലം കഴിഞ്ഞ് വാർദ്ധക്യവും കഴിഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം യൗവനവും അല്ലേ, പിന്നെ എന്നാ സ്തോത്രം എല്ലാം കഴിഞ്ഞ് അവന്റെ യൂത്ത് പീരീഡ് എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു പ്രായം കഴിയുമ്പോഴാണ് ദൈവം സന്ദർശിക്കാൻ ഇറങ്ങി വരുന്നത്. പഴയ കടമൊക്കെ ഉണ്ടല്ലോ മോനെ, എന്നാണ്ട് വിശേഷം എന്ന് പറഞ്ഞ് സ്വന്തം സിംഹം വന്നിട്ട് ഇങ്ങനെ ചപ്പാൻ തുടങ്ങുമ്പോഴേ അവൻ പോകുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് ഉപസിച്ചിട്ടും. മനസ്സിലാക്കണമേ, നിന്റെ പൂർവകാലം പരിശോധിക്കണം. പൂർവകാലം പരിശോധിക്കണം. ആമേൻ. നിന്നെ ദൈവ ശോധനയിലൂടെ, തീയുടെ ശോധനയിലൂടെ വിടുമ്പോ, തീയുടെ അകത്തൂടെ നീ കടന്നു പോകുമ്പോ മനസ്സിലാക്കണം, ആളെ നിന്നെ വിശ്വാസത്തിന്റെ സ്ഥിരത വരേണ്ടതിന് നിന്നെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിലവിൽ വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അവിടെ സ്തോത്രം പറഞ്ഞിരിക്കാനേ കഴിയത്തുള്ളൂ. ആമേൻ. സ്തോത്രം. പരീക്ഷ വരുമ്പോഴാണ് നമ്മളിൽ അകത്ത് എന്നാ ഉള്ളതെന്ന് വെളിപ്പെടുന്നത്. ആമേൻ. അത് കഴിഞ്ഞിട്ടാണ് ഫലം ഉണ്ടാകത്തുള്ളൂ. ആമേൻ. ആളല്ലേ. അപ്പൊ രക്ഷിക്കപ്പെട്ടവരുടെ എല്ലാം ജീവിതത്തിൽ ഈ അവസ്ഥയുണ്ടെന്ന് പത്രോസ് അപ്പോസ്തലൻ അടിവരയിട്ട് പറയുകയാണ്. ആമേൻ. ആളല്ലേ. ആ ഭാഗം വായിക്കാം. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാവുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. പത്രോസ് അപ്പോസ്തലൻ ഈ കാര്യം പറയുകയാണ്. അവിടെ പറയുന്നത് മൂത്തവരെ, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂപ്പന്മാർക്ക് കീഴടങ്ങും. അതായത് ഈ ഓട്ടം തികഞ്ഞ് മുൻപേ ആത്മാവിൽ നടത്തപ്പെട്ട ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ആമേൻ. അവർക്ക് നമ്മൾ കീഴടങ്ങണം. മാതൃക കാണിക്കാൻ ദൈവം വെച്ചിരിക്കുന്നവർക്ക് കീഴടങ്ങണം. ചിലര് കീഴടങ്ങത്തില്ല. പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കീഴടങ്ങത്തില്ല. അത് പല കാരണങ്ങളുണ്ട്. സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള കീഴടങ്ങാതിരിക്കുന്നു, പണത്തിന്റെ പേര് പറഞ്ഞ് കീഴടങ്ങാത്തതുകൊണ്ട്, അധികാരത്തിന്റെ പേര് പറഞ്ഞ് കീഴടങ്ങാത്തതുകൊണ്ട്, കുടുംബത്തിന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്, വിട്ടുവന്ന ജാതികളുടെ ജാതീയ പേരുകൾ പറഞ്ഞുകൊണ്ട് കീഴടങ്ങാതിരിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. എന്താണ് ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നത്? അവിടെ ശ്രദ്ധിക്കണം. എല്ലാവരും തമ്മിൽ കീഴടങ്ങി. നമ്മുടെ ക്രിസ്തീയ മേഖല ഇന്ന് ഇല്ലാത്തൊരു കാര്യമാണ് കീഴടങ്ങുക, അംഗീകരിക്കുക എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് പല പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളും തകർന്നു പോകുന്നറിയാവോ? ഈ അലറുന്നവന്റെ മുമ്പിൽ പട്ടുപോകുന്നറിയാവോ? ഇതാണ് ഇതിന്റെ കാരണം. കീഴടങ്ങുകയില്ല. ആമേൻ. കാര്യങ്ങൾ ദൈവത്തോട് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ കീഴടങ്ങാതിരിക്കും. ഇതിനുള്ള ബന്ധപ്പെട്ട് ഈ വാക്യം വെച്ചൊരു ഭാഗം കൂടെ എടുത്തിട്ട് നമ്മൾ നിർത്തും. ആമേൻ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. മൂപ്പന്മാർക്ക് കീഴടങ്ങുവേൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചും കൊള്ളുവേൻ. ദൈവം നിഗളികളോട്, ഇവിടെ ശ്രദ്ധിക്കണം, താഴ്മ ധരിക്കണം അല്ലേ. അടുത്തത്
ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം നിഗളികളോട് എതിർത്ത്. ആരാ നിഗളി? താഴ്മ ധരിക്കാത്തവരാണ് നിഗളി. ആരാണ് നിഗളി? താഴ്മ ധരിക്കാത്തവരാണ് നിഗളി. ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാത്തവരാണ് നിഗളികൾ. നിഗളികളെ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എന്ത് ചെയ്യും? അടുത്ത് പറയുന്നത് എന്താ? താഴ്മയുള്ളവർക്ക് കൃപ നൽകും. അപ്പോൾ അതിന് മുമ്പ് വായിക്കാം, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അപ്പോൾ സ്തോത്രം അടുത്തത് സ്തോത്രം, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ബലമുള്ള. അപ്പോ നമ്മളുടെ എല്ലാം അഭിഷേകം പ്രാപിച്ചവർക്കെല്ലാം ജീവിതത്തിൽ ഒരു ഉയർച്ച വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം, അല്ലാതെ വെറുതെ പോകത്തില്ല. ഒരു അഭിഷിക്തന് ഒരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. ആ ഉയർച്ചയ്ക്ക് മുമ്പിൽ താഴ്ചയുണ്ട്. ആ താഴ്മ എന്തുകൊണ്ടാണ്? മൂപ്പന്മാർക്ക് കീഴടങ്ങുമ്പോൾ അവിടെ താഴ്മ ധരിക്കുകയാണ്. അവനിലെ നിഗളിയുടെ ആത്മാവ് വിട്ടുപോകുകയാണ്. നിഗളം ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ സാത്താന് നിന്റെ മേൽ അവകാശമില്ല. നിഗളി അനുസരിക്കുന്നു, കീഴടങ്ങുന്നു എന്ന് കണ്ടാൽ സാത്താന് നിന്റെ മേൽ അവകാശം പറയുവാനില്ല. അതുകൊണ്ട് നമ്മുടെ വായിലെ നിഗളത്തിന്റെ വാക്കുകൾ, നിഗളത്തിന്റെ പ്രവർത്തികൾ, നിഗളത്തിന്റെ തീരുമാനങ്ങൾ, നിഗളത്തിന്റെ ചുവടുകളെല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ സാത്താന്റെ ബന്ധനത്തിൽ നിന്നും മോചനം ലഭിക്കുന്നുള്ളൂ. ആർക്കാണ് ഇന്നും വിടുതലില്ലാത്തത്? നിഗളികൾക്കാണ് വിടുതലില്ലാത്തത്. ആർക്കാണ് ആശ്വാസമില്ലാത്ത? നിഗളികൾക്കാണ് ആശ്വാസമില്ലാത്തത്. ആർക്കാണ് ദൈവിക സമാധാനം നഷ്ടമാകുന്നത്? നിഗളികൾക്കാണ് ഈ സമാധാനം നഷ്ടമായി പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ആ 2-3 വാക്യം വെച്ച് ഒരു വിഷയത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. ആമേൻ, സ്തോത്രം. ആ ഭാഗം നമ്മൾ വായിച്ചല്ലോ. സ്തോത്രം എന്താണ്? മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, ഇളയവരെ സ്തോത്രം മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. അടുത്തത് കണ്ട, എല്ലാവരും തമ്മിൽ കീഴടങ്ങണം. മനസ്സിലാവുന്നുണ്ടോ? ചിലരുടെ അടുക്കിലേക്ക് പോയ സംഘടനയുടെ ആ തലക്കനം കാരണം ചെയ്ത്താൻ അവന്റെ നെറുകന്തലേ കയറിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ചിലർക്ക് പണത്തിന്റെ അഹങ്കാര നിമിത്തം സാത്താൻ അവന്റെ നെറുകന്തലേ കയറിയിരിക്കുകയാണ്. തമ്മിൽ കീഴടങ്ങാൻ മനസ്സ് ചിലരെ വരുന്നില്ല. ചിലർ പറയുന്ന എന്റെ മുമ്പിൽ നീ കീഴടങ്ങിക്കും. അങ്ങനെയുള്ള ഒത്തിരി സൂത്രശാലികൾ ആത്മീയകോളത്തിലുണ്ട്. സൂത്രശാലികൾ ദൈവം കാണുന്നുണ്ട്. ഈ സൂത്രശാലികളെയൊക്കെ പിന്നീട് ചെന്ന് അന്വേഷിച്ചാലുണ്ടല്ലോ സിംഹത്തിന്റെ ഗുഹയിൽ കിടക്കുകയാണെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. ആ ദാനിയേലിന്റെ കാലഘട്ടത്തിലെ ആ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദാനിയേൽ ചെല്ലുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഹല്ലേലൂയ സിംഹത്തിന്റെ വായ്ക്ക് ക്ലിപ്പിട്ടു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അതേ ഗുഹയ്ക്കകത്തേക്ക് ഇന്നേക്കുള്ള പല പാസന്മാരെ കൊണ്ടുവിട്ട അവിടെ നിഴല് കാണുമ്പോഴേ പീസാവും. കാരണം എന്നാന്നറിയാവോ? ദൂതനൊന്നും ഇറങ്ങി വരത്തില്ല. കാര്യം ഇവന്റെ ആയുസ് കൊണ്ട് നിഗളിയായിട്ടാണ് നടക്കുന്നത്. ഹല്ലേലൂയ. അവിടെ കിടക്കുന്ന സിംഹത്തോട് ചോദിച്ചാൽ പറയും, അവനെ ഇങ്ങ വിട്, നല്ല ടേസ്റ്റാന്ന് പറയും സാധനത്തിന്. കാരണം നിഗളത്തിന്റെ രുചിയാണ് അവന്റെ തൊട്ട് കഴിഞ്ഞ്. ചില നിഗളിച്ചു പുളയ്ക്കുകയാ. അവന് സിംഹത്തിന്റെ നാവ് തൊടുമ്പോൾ തന്നെ സ്വന്തം പാപത്തിന്റെ രുചിയാണ് സാത്താന്റെ നാവിൽ കിട്ടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട്. നമുക്ക് റോമാലേഖനം 13-ാം അധ്യായം, റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ദൈവം എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ, ഈ കീഴടങ്ങാതെ പോകുന്നവരെ എങ്ങനെ ദൈവം ഡീല് ചെയ്യുന്ന നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അല്ലെ? സ്തോത്രം. റോമാലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ. റോമാലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിക്കാം. ഏതു മനുഷ്യരും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. അടുത്തത്, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. അടുത്തത്, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റോമാലേഖനത്തിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഭൂമിയിലെ സകല അധികാരം. കാര്യം ഈ അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ
സ്തോത്രം. അതിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, സ്തോത്രം, ഇത് തൊട്ട് നമ്മൾ കഴിഞ്ഞത് ഏത് അധികാരത്തെ കുറിച്ച് പറയാം, 6-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നുവല്ല. അപ്പോ ലോകത്തിൽ ഒരു അധികാരിയെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിതാവിനാൽ തന്നെ അധികാരം ലഭിച്ചിരിക്കുന്നതാണ്. അപ്പൊ ദൈവത്താൽ തന്നെയാണ് ചിലർ നിയോഗിക്കപ്പെടുന്നത്. അല്ലാതെ അതിന് അവിടെ കിടന്നുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ നിയോഗം കൊണ്ടൊന്നും അവൻ രക്ഷിക്കപ്പെടത്തില്ല. മനസ്സിലാക്കണം. ആ നിയോഗം കൊണ്ടൊന്നും ഈ കാണുന്ന ഗവൺമെന്റ് സെക്ടറിൽ ഇരിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെടും, ഒരിക്കലും ഇല്ല. അപ്പൊ ചോദിക്കുന്നത് പിന്നെ എന്താ ഈ വാക്യം പറയുന്നത്? ഈ വാക്യം പറയുന്നത് അവരെ ആ സ്ഥാനത്തിൽ ഇരുത്തുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിന്റെ പ്രിയപുത്രനിൽ വിശ്വസിക്കാത്തവൻ രക്ഷിക്കപ്പെടത്തില്ല. അതായത് പിതാവിന്റെ കൈക്കീഴിൽ തന്റെ സർവാധികാരത്തിന്റെ കാര്യപരിപാടിപ്പെടുന്നതാണ് ഭൂമിയിലെ സകല അധികാരങ്ങൾ. ഇന്ന് കാണുന്ന മന്ത്രിമാരും MLA മാരും പ്രധാനമന്ത്രിയും പ്രസിഡന്റ് എല്ലാം അവരുടെ സ്ഥാനത്തിലാക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ഈ സിംഹാസനങ്ങൾക്ക് മീതെ ഇരുന്നരുളുന്ന ഒരു സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിന്റെ മക്കളായി തീരുക എന്ന് പറയുന്നത് പുത്രനിൽ വിശ്വസിച്ച് വചനപ്രകാരം വന്നാൽ മാത്രമേ അവർ രക്ഷിക്കപ്പെടുള്ളൂ. രക്ഷയുടെ പദ്ധതി മറ്റൊന്നാണ് കേട്ടോ, അതൊന്നും ഇതുകൊണ്ടൊന്നും വരത്തില്ല. അതുകൊണ്ട് ചില മന്ദബുദ്ധികൾ എന്തിനാണെന്ന് അറിയാം, ഈ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരെ പിടിച്ച് ആത്മീക പ്രസ്ഥാനങ്ങളുടെയും ജനറൽ കൺവെൻഷന്റെ ഒക്കെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തും. അവർക്ക് ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി. മനസ്സിലാകണം. ഹല്ലേലൂയ. അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ ദർശന നിമിത്തം സാത്താൻ ചിലരുടെ നിർഗം തലയിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ ആ വിഷയമൊക്കെ പറഞ്ഞു വിടാം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവിടെ പറയാൻ വന്നൊരു വിഷയമുണ്ട്, വായിച്ചേ. കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ കണ്ടോ. അപ്പൊ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട്. അങ്ങനെയാണെങ്കിൽ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങണമെന്ന് പറയുമ്പോൾ കീഴടങ്ങാത്തവരാരോടാ എതിർക്കുന്നത്? ദൈവത്തിന്റെ വ്യവസ്ഥയോടാണ് എതിർക്കുന്നത്. അപ്പോൾ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ദൈവവാസം, ഒരു പാസ്റ്ററോ ആയിക്കട്ടെ, അവനെ ദൈവം സ്തോത്രം ആ വ്യക്തിയെ ആ പദവിയിൽ അർഹനാക്കി നിർത്തുമ്പോൾ ആ വ്യക്തിയെ അംഗീകരിക്കാതെ ഒരു വിശ്വാസിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അവരെ എതിർക്കുന്നത് ആ വ്യക്തിയോടല്ല, ദൈവിക വ്യവസ്ഥയോടാണ് എതിർക്കുന്നത്. ആമേൻ. അതുകൊണ്ടാണ് ചിലർ പറയുന്നില്ല, അവിടെ ചെന്ന് അതും ഇതും പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് തട്ടുകേട് മേടിച്ചെന്ന്. അതാ പാസ്റ്ററുടെ ഗുണമല്ല. അത് പാസ്റ്ററിനെ ആ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്ന ദൈവവ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. ആ ദൈവവ്യവസ്ഥയെ മറക്കുമ്പോഴാണ് താടക്കെട്ട് തട്ട് കിട്ടുന്നത്. ആമേൻ. പണ്ട് പറയുന്ന പനക്കെട്ടിറങ്ങ അങ്ങനെ ഒരു വിഷയമുണ്ട്. എറിയുമ്പോ ചിന്തിക്കും ഇത് ഇങ്ങോട്ട് വരത്തില്ല, എറിഞ്ഞു കഴിയുമ്പോഴാണ് താടയും മൂക്കും എല്ലാം കൂടെ പീങ്ങി പോകുന്ന ഏറ് ഇങ്ങോട്ട് കിട്ടുന്നതിന് കാരണം ഇതിന്റെ പിന്നിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിന്റെ പിന്നിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് അതിന്റെ ഒരു കാരണം. വായിച്ചാട്ടെ. ദൈവ വ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ഈ ശിക്ഷാവിധി എങ്ങനെയാണ്? അതിനാണ് സിംഹത്തെ അഴിച്ചു വിടുന്ന ദൈവത്തിന്റെ പ്രോഗ്രാമാണ്. അപ്പൊ ആരാ സിംഹത്തെ അഴിച്ചു വിടുന്നേ? അലറിക്കൊണ്ടുവന്ന് നമ്മൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുവോ പറയുമ്പോ അവന്റെ നൃഗത്തിലേ കയറുന്നത്. ശാസിക്കുമ്പോ പെരയ്ക്ക് അകത്തേക്കാ കയറുന്നത്. അവന്റെ ജീവിതത്തിന്റെ അകത്തേക്കാ പിശാച് കയറുന്നത് ശാസിക്കുമ്പോ. എന്നാ കാരണം? ദൈവവ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണ് നോക്കണം നിന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ അകത്തോട്ടാണ് പിശാച് വലിഞ്ഞ് തലയിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കണം. ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടാണെന്നറിയാം? ബന്ധനങ്ങൾ മുറുകുന്നത് ദൈവ വ്യവസ്ഥയോട് മറക്കുന്നത് കൊണ്ടാ ബന്ധനങ്ങൾ മുറുകുന്നത്. ആമേൻ. എന്തുകൊണ്ട് ബന്ധനങ്ങൾ മുറുകുന്നു? ദൈവ വ്യവസ്ഥയോട് മറക്കുന്നത് കൊണ്ടാണ് ബന്ധനങ്ങൾ മുറുകുന്നത്. ആമേൻ. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അധികാരത്തോട് മറക്കുന്ന ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു. അടുത്ത വാക്യം, മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അപ്പൊ ശിക്ഷാവിധി പ്രാപിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ച പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അപ്പൊ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ വായിക്കുന്ന അധികാരത്തോട് മറക്കുന്നവർ ദൈവ വ്യവസ്ഥയോട് മറക്കും. അപ്പൊ നിഗളികള് യഥാർത്ഥത്തിൽ ദൈവ വ്യവസ്ഥയാണ് മറക്കുന്നത്. നിഗളിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവ വ്യവസ്ഥയോട് മറക്കുന്നത്. അവർക്ക് പണത്തിന്റെ പേരിലോ പദവിയുടെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ ജാതീയ സമ്പ്രദായത്തിന്റെ പേരിലൊക്കെയും ദൈവത്തിന്റെ വ്യവസ്ഥയെ മറക്കുന്നവരുണ്ട്.
പണക്കാരും ഉണ്ട്, ദരിദ്രരും ഉണ്ട് ഈ ലിസ്റ്റിൽ. എല്ലാവരും പെടുന്നുണ്ട് ഭൂമിയിൽ. അല്ലാതെ വിശ്വാസപടത്തിൽ എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. ആമേൻ. ചിലർ കാര്യങ്ങൾ പറയുമ്പോൾ പൈസ ഉള്ളവർ മാത്രം അത് എത്തിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. 5 പൈസ വകയില്ലാത്തവനും മഹാദുഷ്ടനും നെമ്മാടിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതങ്ങനെ ശരിയാവും. അപ്പൊ ഇത് രണ്ടും പറഞ്ഞേ മതിയാകത്തുള്ളൂ. ആമേൻ. ആർക്കും എക്സ്ക്യൂസ് ഇല്ല. കാര്യം നീ സ്വർഗത്തിന്റെ പടിവാതിക്കൽ ചെന്നിട്ട് അവിടെ ഈ വ്യവസ്ഥ പ്രകാരം ഉള്ളവനെ അകത്ത് പ്രവേശിക്കത്തുള്ളൂ. ആമേൻ. ഇവിടെ വെക്കുന്നത്, ഉയർത്തുന്നത്, ഉയർത്തിപ്പിടിക്കുന്നത് ഒന്നും ദൈവസന്നിധിയിൽ കാര്യമല്ലെന്ന് മനസ്സിലാക്കിയോ. ആമേൻ. ഹല്ലേലൂയ. എന്താണ് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോ? എന്താ ഒന്നും കൂടെ വായിച്ചേ. ആമേൻ. സ്തോത്രം. വാഴുന്ന ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു. അടുത്തത് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അടുത്തത് 3-ാം വാക്യം. 13-3 വാഴുന്നവർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പദം, ഈ വാക്യം കിട്ടാതെ പറയാൻ നേരത്തെ ഇച്ചിരി പോരാട്ടം ഉണ്ടല്ലേ. സിംഹം ഇങ്ങോട്ടൊക്കെ തല ഇടുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാക്കണം. അവിടെ വായിക്കുന്ന പദം ശ്രദ്ധിക്കണം. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല. നിഗളികൾ സൽപ്രവർത്തിക്കല്ല. അതാ വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല, ദുഷ്പ്രവർത്തിക്കത്രേ. അടുത്തത്, അപ്പോൾ ദൈവം വെച്ചൊരു വ്യവസ്ഥയോടും മറുക്കുന്ന നിഗളികൾ പ്രവർത്തിക്കുന്നത് സൽപ്രവർത്തിക്കല്ല, ദുഷ്പ്രവർത്തിക്കത്രേ. നിഗളികളെ നിങ്ങളോട് പറയാ ഭയങ്കരം. അടുത്തത്, മൂപ്പന്മാരെയും ദൈവം വെച്ച വ്യവസ്ഥകളെയും അനുസരിക്കാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പാസ്റ്ററിനോട് തെറി പറഞ്ഞിട്ട് പോയ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകും, വീട്ടിൽ ചെന്ന് കയറും, പുറകെ ഒരുത്തനും വരും, അവനെ ആരും കാണുന്നില്ല. അവൻ തല പൊക്കുമ്പോഴെല്ലാരും അറിയും. ആമേൻ. സഹോദരൻ, സഭയ്ക്കകത്ത് ഉറഞ്ഞു തുള്ളിയവള് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും അവളിൽ കയറും, അവളുടെ കെട്ടിയവനിൽ കയറും, മക്കളിൽ കയറി കിടന്ന് കളിക്കും. അങ്ങനെ കയറി കിടന്ന് കളിക്കുന്ന സാധനം ഒരു ദിവസം വെട്ടിക്കത്തി എടുത്ത് അപ്പന്റെ തലക്കെട്ടും കൊടുക്കും. ഇതാണ് പല വാർത്തക്കകത്തും കാണുന്ന ന്യൂസുകൾ. മനസ്സിലാക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം. ദൈവം വെച്ച വ്യവസ്ഥയോട് മറുക്കുന്നവരല്ല ശിക്ഷ അനുഭവിക്കും. അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, വിശ്വാസത്തിന്റെ സ്ഥിര പ്രാപിക്കുവാൻ വിശുദ്ധന്മാർ ആവക കഷ്ടപ്പാടുകളിൽ പോകുന്നു എന്ന് എല്ലാവരും അറിയണം. അപ്പോൾ വിശ്വാസത്തിന്റെ സ്ഥിരത ഒരു വിശുദ്ധനിൽ പ്രാപിക്കുമ്പോൾ നിഗളികൾ അപ്പുറത്തെ സെക്ഷനിൽ ഇരുന്നോണ്ട് ഇതുപോലെ തീ തിന്നോണ്ടിരിക്കുക ചെയ്യുന്നത്, അടി മേടിച്ചു കൂട്ടുക ചെയ്തോണ്ടിരിക്കുന്നത്. നിഗളികളും വാഴുന്നവർ. അവിടെ പദം ശ്രദ്ധിക്കുന്നോ? വാഴുന്നവർ. അപ്പൊ ചിലരിങ്ങനെ വാഴാൻ വേണ്ടി വരുന്നവരുണ്ട്. അവര് വിധേയപ്പെടില്ല, എളിമപ്പെടത്തില്ല, വാഴാൻ വേണ്ടി വരുന്നവർ. ചില സ്ത്രീകളാണ് ഇതിൽ മുഖ്യം. ആമേൻ. ഹല്ലേലൂയ. അവരെ കീഴ്പ്പെടത്തില്ല. പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകൾക്കാണ് ഇതിലൊക്കെ ഇത് ഒരെല്ലു കൂടുതൽ. ആമേൻ. പലരും കിടന്ന് മേയാൻ വരും. പക്ഷെ മനസ്സിലാക്കണം, ഇതിനൊക്കെ ദൈവം അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. ഇത് കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട്, ചീഫ് ഗസ്റ്റായിട്ട് വരുന്ന ഒരു സിംഹം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചപ്പാൻ വരുന്ന ഒരുത്തരുണ്ട്. അപ്പൊ നിന്റെ കുടുംബം നക്കി തുടയ്ക്കുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പൊ നീ കിടന്ന് പ്രാർത്ഥിക്കും. ഉള്ള പ്രവാചകന്മാരെ എല്ലാം വിളിച്ചിട്ട് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കും? ദൈവാസനയുടെ ഭയങ്കര പ്രശ്നം, ഇതുവരെ കാണാത്ത പ്രശ്നമാണ്. ഇവൻ അത് മുമ്പ് ദൈവിക വ്യവസ്ഥയ്ക്ക് എതിരെ പ്രവർത്തിച്ചതൊക്കെ മൂടി, അതൊക്കെ പറയാതെ മൂടി വെച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാനം നീ ചെന്ന് പ്രാർത്ഥിക്കാനിരിക്കുക, വേഗം തീരുമാനം ഉണ്ടാകുന്നു. ഞാൻ പറയാം, അങ്ങനെ ഉണ്ടാകത്തില്ല. ദൈവം ഒരു കാര്യം ആരംഭിച്ച അത് പൂർത്തീകരിച്ചിട്ട ഒറിജിനൽ പ്രവാചകനെ തന്നെ ദൈവം വിടത്തുള്ളൂ. അപ്പൊ വന്നു കിടന്ന് ഇപ്പോ വിടുതല എന്ന് പറഞ്ഞു, അത് വെറുതെ പറയുന്ന. അതിന് തെസലോനിക്ക ലേഖനത്തിന്റെ അകത്ത് നോക്കണം. പോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ആ വ്യാപാര ശക്തിയാല് ഈ പാപം ചെയ്തവനെ വേഗ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി വ്യാപാര ശക്തിയും കൂടെ കയറി കഴിയുമ്പോഴത്തേനും ഇന്ന് 1 വർഷം കഴിഞ്ഞ് നടക്കും എന്ന് പറഞ്ഞ സാധനം അടുത്ത ആഴ്ച നടക്കും. ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അവൻ വേണ്ടാധീനമെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 2 രാജ്യത്ത് നിന്നെ വിട്ട് നീങ്ങുന്നു എന്ന് പറഞ്ഞു.
ഇത് പറഞ്ഞു കഴിഞ്ഞ് ദൈവസന്നിധിയിൽ വീണ്ടും നിലവിളിച്ച് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ ഇവന്റെ തൂക്കുവനം എല്ലാം കണ്ടു. തൂക്കുവനവും ഇവന്റെ കൊട്ടാരത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറി ഇരുന്ന് ഹാലലിയ ബാബിലോണിലേക്ക് സൂര്യന്റെ പ്രഭ രാവിലെ തന്നെ അത് യൂഫ്രട്ടീസിലും ടൈഗ്രസിലും അടിച്ചു കഴിയുമ്പോൾ പട്ടണം മുഴുവൻ ഇങ്ങനെ സ്വർണം പോലെ പ്രകാശിക്കുക, സ്വർണ്ണ നഗരം പോലെ പ്രകാശിക്കും. അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഇവന്റെ ഉള്ളത്തിൽ ഈ ചിന്ത കിടക്കുകയാണ്. എന്റെ ധനമഹാത്മ്യമല്ലോ ഈ മഹതിയാം ബാബിലോണെന്ന് ചിന്തിച്ചു. അപ്പൊ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു, ഒരു വർഷം മുമ്പ് വെച്ചിരുന്ന ആ പെൻഡിങ് വെച്ച ശിക്ഷാവധിയില്ലേ, ഇന്ന് പകൽ നേരം നീ ഉച്ചയ്ക്ക് ചോറുണ്ടെന്നില്ല, നീ കാട്ടിലേക്ക് പോവുകയാണ്. രാവിലെ ചിന്തിച്ചു ഉച്ചയ്ക്ക് മുമ്പ് ഇവൻ കാട്ടിൽ ചെല്ലേണ്ടതായിട്ട് വന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇതാണ് വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. ആമേൻ. വായിച്ച വാക്യം, വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. ഭയപ്പെടാതിരിക്കുക. കണ്ടോ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. നമ്മൾ പത്രോസ് ലേഖനത്തിൽ കണ്ടു, മൂപ്പന്മാരെ അല്ലെ അവർക്ക് കീഴടങ്ങണം. അത് കീഴടങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ വായിക്കുന്ന കാര്യമാണ് നിഗളികളായി തീരുകയാണ്. നിഗളികള് ഈ റോമാലേഖനത്തിലേക്ക് വരുമ്പോ അവർ വാഴാൻ തുടങ്ങുകയാണ്. വാഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയോ? അവിടെ ശുശ്രൂഷകനായിട്ട് എഴുന്നേക്കും. മനസ്സിലാക്കണം, നിനക്ക് വീട് തരാനും വണ്ടി തരാനും മക്കളെ വിദേശത്ത് വിടാനും അല്ല കർത്താവ് ഇരിക്കുന്നത്, നിന്നെ ശരിയാക്കാനും കൂടെ കർത്താവ് ഇരിക്കുന്നത്. അവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവിടെ എന്താ കാണുന്നേ? ആ വാക്ക് ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത് എന്താണ്? വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അടുത്ത അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കുവാൻ ഇച്ഛിക്കുന്നുവോ? അടുത്തത് അപ്പൊ നന്മ ചെയ്യത്തിൽ ദൈവ വ്യവസ്ഥ എല്ലാം തെറ്റിക്കുന്നവൻ നന്മയല്ല തിന്മയാ പ്രവർത്തിക്കുന്നത്. അവൻ മനുഷ്യർക്ക് പ്രിയപ്പെട്ടവനാണ്, ദൈവത്തിന്റെ കണ്ണിൽ അവൻ ശത്രുവായിട്ടാണ് ഇരിക്കുന്നത്. കർത്താവിന്റെ കണ്ണിൽ ശത്രുവായിരിക്കണം. പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നു വന്നേക്കാം, ലോക്കൽ സഭയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്നു വന്നേക്കാം, ഏറ്റവും പണമുള്ളവനായിരിക്കാം, ഒരു പണം ഇല്ലാത്തവരുമായിരിക്കാം. പക്ഷെ മനസ്സിലാക്കണം, ദൈവ വ്യവസ്ഥയോട് മറുത്തവനാണോ അവൻ ദൈവത്തിന്റെ കണ്ണിൽ ശത്രുവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വാക്ക് ശ്രദ്ധിക്കുക. അടുത്ത വാക്കാണ് അതിനെ ശരിക്കും ഉത്തേജിപ്പിക്കുന്ന വാക്യം അടുത്താണ്. അടുത്ത വായിച്ച അടുത്ത വാക്യം, അധികാരസ്ഥരെ ഭയപ്പെടാതിരിക്കുവാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവരോട് പുകഴ്ച ലഭിക്കും. അടുത്ത വാക്യം 4. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ. നിന്റെ ഈ വാക്യം ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വരുന്ന അഭിഷേകം പ്രാപിച്ച് എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കണം. സ്തോത്രം. ഈ വാക്യം വളരെ ശ്രദ്ധിക്കണം. അവിടെ വാക്യം നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ അത് യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധി നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന വിഷയം നിന്റെ തോന്നിവാസത്തിനെല്ലാം പിതാവിനോട് പറഞ്ഞ് കാര്യം നടത്തുന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ്? നീ നന്മ പ്രവർത്തിക്കാൻ മാത്രമുള്ള കാര്യമേ പറയുള്ളൂ. നാം നന്മ അപ്പൊ അടുത്തവന്റെ തല ഇടിവെട്ടണേന്ന് ആഗ്രഹിക്കുന്നവനുണ്ടെങ്കിൽ പ്രശ്നമാ. എനിക്ക് ഇഷ്ടം പോലെ കാശുണ്ടായി അവനെ ഇവനെയൊക്കെ ഞാൻ മര്യാദ, ഇതൊന്നും പിതാവിന്റെ സന്നിധി ചെല്ലുന്നില്ല. ഇതിനൊക്കെ ഡീല് ചെയ്യാൻ വരുന്നവൻ സിംഹമാണ്. ഇതൊക്കെ കേട്ട് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കാൻ വരുന്നത് സിംഹമാണ്. അങ്ങനെയാണല്ലോ മനസ്സിലാക്കാൻ, അല്ലേ? അവൻ ചപ്പാനാ വരുന്നത്, ആരെ വിഴുങ്ങാനാ വരുന്നത്, ടേസ്റ്റ് ചെയ്യാനാ വരുന്നത്, അല്ലേ? അവൻ വന്ന് നിൽക്കാൻ, ഇപ്പൊ എനിക്ക് ബാർബിക്യൂ ഉണ്ടാക്കിത്താ, എനിക്ക് അൽഫാം ഉണ്ടാക്കിത്താന്ന് പറഞ്ഞ് വന്ന് നിൽക്കുക. എന്താ കാര്യം? ഇവനെ ചപ്പണം, നല്ല ടേസ്റ്റാ, കാര്യം പാപം ചെയ്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ വാക്ക് ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? അവിടെ പറയാം, നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായി ഇരിക്കുന്നത്. അടുത്ത ശ്രദ്ധിക്കണം, നീ. അപ്പോൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ഇരിക്കുന്ന ഒരുത്തൻ അധികാരസ്ഥരെ ഭയപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത് നമ്മൾ പത്രോസ് ലേഖനത്തിൽ കണ്ടതുപോലെ മൂപ്പന്മാർക്ക് കീഴടങ്ങാതെ നിഗളിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നീ തിന്മയാ പ്രവർത്തിക്കുന്നത്. നീ നന്മ ചെയ്യാൻ ഇനി ദൈവം എന്താ ചെയ്യുന്നത്? കർത്താവ് എന്ന് പ്രാർത്ഥിക്കുമോ? അല്ല ആരെങ്കിലും എഴുന്നേൽപ്പിക്കും? ഇതൊന്നും ചെയ്യില്ല. ദൈവം ചെയ്യുന്ന കാര്യം എന്താണ്? അവിടെ വായിച്ച വാക്യം, നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. അപ്പൊ ഭയമില്ലാത്തവനോട് പറയുക ഭയപ്പെടുക. അപ്പൊ ഭയമില്ലാത്തവന്റെ കാര്യം കർത്താവിന് പദ്ധതിയുണ്ട്. അടുത്ത് ഭയപ്പെടുക. വാൾ വഹിക്കുന്നത്. അപ്പൊ ഈ വാൾ ഏതാ? വചനമാണ്. ഈ വചനം എന്ന് പറയുന്നത് അത് വെറും വാക്കല്ലേ? അല്ല. നിന്റെ ചുറ്റും നടക്കേണ്ടതെല്ലാം കൽപ്പിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ആ വാള് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നീ നന്മയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴും തിന്മ ഭവിക്കുന്നതിന് കാരണം മനസ്സിലായോ? ഇത് സ്വർഗത്തിലാണ് ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്.
ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ, ശ്രദ്ധിക്കണം, വചനം അനുസരിക്കുന്നില്ല, അതിന് വിരുദ്ധമായിട്ട് നടക്കുന്നവരെ കുറിച്ച് പറയുന്നത് ദോഷം പ്രവർത്തിക്കുന്നവരുടെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. കണ്ടോ? അപ്പോൾ അനുസരിക്കാതെ, ദൈവകൃപയിൽ വന്നിട്ട് അനുസരിക്കാതിരിക്കുന്നവർക്ക് നേരെ ക്രിസ്തു പ്രതികാരിയാണ്. അപ്പൊ ഞാൻ കേട്ടിട്ട് അവൻ കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, സ്വതം കൃപയുള്ളവനാണ്, എന്നെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ തെറ്റിപ്പോയോലും വെറുതെ ഈ വാക്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലേ? തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ, ദൈവം വെച്ച വ്യവസ്ഥയെ മറുത്താൽ, ശുശ്രൂഷകനാണെങ്കിലും സാധാരണ ജനമാണെങ്കിലും ശരി, ഈ പറയപ്പെടുന്ന വചനപ്രകാരമേ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകത്തുള്ളൂ. ആ വചനം എന്താ അവിടെ പറയുന്നത്? സ്വതം നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി അപ്പോൾ യേശുക്രിസ്തു പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെയാണ്. ഇന്ന് അവന്റെ മുഖം അനുകൂലമായി ഇരിക്കുന്നത് അവന്റെ ദയയിൽ വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അവന്റെ ദയയിൽ വസിക്കാത്തവർക്കെല്ലാം, അവൻ വെച്ച വ്യവസ്ഥയോട് മറുക്കുന്നവർക്കെല്ലാം ആ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത് പറയാത്തത് കൊണ്ടാണ് അനേകരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം അറിയത്തില്ല. ചിലർ എന്തെങ്കിലും ഞാൻ ഉപവസിക്കാത്തതിന്റെ കുറവ് കൊണ്ടാ, ഉപവസിച്ചതിന്റെ കുറവ് കൊണ്ടാ, അതുകൊണ്ട് കുറെ അങ്ങ് ഉപവസിക്കണം, കുറെ ഇന്ന് ചിലർ നമ്മൾ എവിടെ ചെന്നാലും കേൾക്കുന്ന ഒരു കാര്യമാണ്, സോ എന്ത് പ്രശ്നമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. പക്ഷെ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നതിന്റെ അകത്ത് ഈ വചനത്തിന്റെ വ്യവസ്ഥയെ പറഞ്ഞ് ഒരുവൻ തെറ്റ് ചെയ്താൽ പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? അവനോട് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചിലരെ സംബന്ധിച്ച് അത് ഒളിച്ചോട്ടമായിട്ട് നടത്തിയിരുന്നത്. പക്ഷെ എന്താണ് ഇവിടെ പറയുന്നത്? തെറ്റ് എവിടെ തെറ്റി, ഏത് തെറ്റി എന്ന് പരിശോധിക്കാൻ തുടങ്ങണം. നീ ദൈവത്തിന് വിരോധമായിട്ട് നിന്നാൽ ദൈവം നിനക്കെതിരെ പ്രതികാരിയായ ദൈവ ശുശ്രൂഷകനാണ്. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നിട്ട് അനർത്ഥങ്ങൾ നേരിടേണ്ടി വരുന്നത്? ഈ ദൈവം പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരനായിട്ട് നിന്റെ ഭാവിക്ക് നേരെയോ നിന്റെ കുടുംബത്തിന് നേരെയോ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വായിച്ചാട്ടെ. വേഗം വായിച്ചു നിർത്തും. ശിക്ഷയെ മാത്രമല്ല കണ്ടോ, മനസാക്ഷിയെ വിചാരിച്ച് കീഴടങ്ങണം. അപ്പൊ കീഴടങ്ങാത്ത നിഗളികളെ ദൈവം ഇസ്തോത്രം നേരിടുന്നത് എങ്ങനെയാണെന്നറിയാവോ? അവൻ പ്രതികാരിയായി ദൈവ ശുശ്രൂഷക്കാരൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രതികാരിയായി ദൈവ ശുശ്രൂഷക്കാരൻ ഉണ്ട്. അപ്പോൾ അവൻ ഇറങ്ങി വരുമ്പോൾ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു? ആദ്യം സിംഹത്തെ അഴിച്ചങ്ങ് വിടും. സിംഹത്തെ അഴിച്ചങ്ങോട്ട് വിടും. അവൻ വന്നിട്ട് നോക്കും എവിടെയാണ് ഇവൻ അനുസരണക്കേട് ചെയ്തിരിക്കുന്നത് നോക്കും. ശരിക്കും സാത്താൻ ചെയ്യുന്ന എന്താണെന്ന് അറിയാവോ? ദൈവമക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ അനുസരണക്കേട് എടുത്തു പിടിച്ചോണ്ടാണ് സാത്താൻ ഒരുവനെ പോരാടാൻ വരുന്നത്. സാത്താൻ പോരാടുന്നത് അനുസരണക്കേട് ചെയ്തു കഴിഞ്ഞപ്പോഴാണ്. മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവൻ അനുസരണക്കേട് ചെയ്തപ്പോഴാണ്. അനുസരണക്കേടിനെ അവകാശം പറഞ്ഞാണ് വരുന്നത് സാത്താൻ. പത്രോസിനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ശീമോനെ ശീമോനെ, സാത്താൻ പലവട്ടം നിന്നെ പാറ്റിക്കളയുവാൻ എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സ്വതന്ത്രം ശ്രദ്ധിക്കണം, അനുവാദം പത്രോസിനെ കുറിച്ച് ചോദിച്ചു, കർത്താവ് കൊടുത്തില്ല. എന്നാൽ യൂദ അപ്പുറത്ത് കിടപ്പുണ്ട്. അവനെ കുറിച്ച് ചോദ്യമോ ഉത്തരവോ നടന്നതോ കൊടുത്തോ ഒന്നും ആരും അറിഞ്ഞതുപോലുമില്ല. ഇത് പത്രോസ് പറയണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. പ്രതികാരിയായ ദൈവ ശുശ്രൂഷകാരനായി ഇരുന്നിട്ടുണ്ടെങ്കിൽ, അവന്റെ പ്രതികാരത്താൽ തകർന്നു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ കീഴടങ്ങണം. ഇന്ന് ദൈവസന്നിധിയിൽ അത് കീഴടങ്ങണം. ആമേൻ. ഹല്ലേലൂയ. വളരെ ആഴമുള്ള സത്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആമേൻ. ആ പ്രകാരമാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ കാണുന്ന സഹോദരന്മാർക്കെല്ലാം ആ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു, അല്ലേ? അങ്ങനെയല്ല നമ്മുടെ വാക്ക്, സഹോദരന്മാർക്ക് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കും. അപ്പൊ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാൻ നിഗളികൾക്ക് ഒരിക്കലും കഴിയത്തില്ല. താഴ്മയുള്ളവർക്കേ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കഴിയത്തുള്ളൂ. താഴ്മയുള്ളവർക്കേ വിശ്വാസം ലഭിക്കുന്നുള്ളൂ. താഴ്മയുള്ളവർക്ക് ലഭിക്കുന്ന വിശ്വാസത്താൽ മാത്രമേ സാത്താൻ അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയുള്ളൂ. എനിക്ക് ആരുടെയെങ്കിലും സാത്താനെ ഓടിക്കാൻ പറ്റത്തില്ല. എന്റെ മുമ്പിൽ എനിക്ക് നേരെ വരുന്ന സാത്താന്റെ മുമ്പിൽ എനിക്ക് രക്ഷപ്പെടാനേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പൈശാചിക പോരാട്ടങ്ങളുണ്ട്, ദുരാത്മാക്കളെ പുറത്താക്കുന്ന വിഷയമുണ്ട്. പക്ഷെ സാത്താൻ പോരാടി വരുന്നത് മറ്റൊരു കാര്യമാണ്.
ആമേൻ, ഹല്ലേലൂയ. മനസ്സിലാക്കണം, സാത്താൻ നമ്മുടെ മേൽ അവകാശം പറയരുത്. അത് പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് കീഴടങ്ങണം. വചനം പറയുന്ന സഹോദരൻ, ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിക്കണം. അപ്പോൾ ആർക്കാണ്? താഴ്മ ധരിക്കുന്നവർക്കേ ഉയർച്ചയുള്ളൂ. നിഗളികൾക്ക് ഉയർച്ചയില്ല. നിഗളികൾക്ക് ആദ്യം താഴ്ച വരാനാ ഇടവുള്ളൂ. താഴ്ച ഒരുത്തന് വരുത്തുന്നത് എങ്ങനെയാ? നിഗളിയായിട്ടിരിക്കുന്നവനെ താഴ്ച വരുത്തുന്നതിനെ കുറിച്ച് നമ്മൾ റോമാലേഖനത്തിൽ കണ്ടു. അവൻ പ്രതികാരിയായ ദൈവ ശുശ്രൂഷകനാണ്. അവൻ എന്ത് ചെയ്യും? കർത്താവ് എന്താണ് അവിടെ പറയുന്നത്? പ്രതികാരിയ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നു. നീ തിന്മ ചെയ്താലോ സ്വതം ഭയപ്പെടുക. അടുത്തത്, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്, ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി. അപ്പോൾ നിഗളികളെ ആദ്യം ദൈവം ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ. വിശ്വാസത്തിൽ വന്നിട്ട് നിഗള സ്വഭാവത്തോടു കൂടി ഇരിക്കുന്നവനെ ദൈവം ശിക്ഷിക്കും. അവന്റെ ഹൃദയത്തിലെ നിഗള സ്വഭാവം മാറി അവൻ താഴ്മ ധരിച്ചേ കഴിയത്തുള്ളൂ. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനെ ദൈവം അടുത്ത ചാൻസിൽ ഉയർത്താൻ പോവുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആരാ ഉയർച്ച വരുന്നത്? നിഗളികളല്ല, താഴ്മ ധരിച്ചവർക്ക് ഉയർച്ചയുള്ളൂ. താഴ്മ അനുഭവിച്ചവർക്ക് ഉയർച്ചയുള്ളൂ. താഴ്മ ധരിക്കുമ്പോൾ മനസ്സിലാക്കണം, വിശ്വാസ സ്ഥിരത വന്ന ഒരുവനായി തീരും. അവന്റെ മുമ്പിൽ സാത്താന്റെ മുമ്പിൽ നിന്ന് കർത്താവിനെ രക്ഷിക്കുകയും അവനെ കർത്താവ് ഉയർത്തുകയും ചെയ്യും. സാത്താൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നവരെ ശിക്ഷിക്കേണ്ടതിന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ തന്നെയാണ് സാത്താൻ. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്മ ചെയ്താലേ മതിയാകത്തുള്ളൂ. നന്മ ചെയ്യണം. അധികാരികളോട് മറക്കുന്നവരുണ്ടെങ്കിൽ അവർ തിന്മയാ പ്രവർത്തിക്കുന്നത്, നന്മയല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ നന്മ പ്രവർത്തിക്കണം. മൂപ്പന്മാർക്ക് കീഴടങ്ങാതിരിക്കുന്നവൻ തിന്മയാണ് പ്രവർത്തിക്കുന്നത്. മൂപ്പന്മാർക്ക് കീഴടങ്ങി ഇളയവർ സ്തോത്രം ഹല്ലേലൂയ, മൂപ്പന്മാർക്ക് കീഴടങ്ങണം. താഴ്മ ധരിച്ചാലേ കീഴടങ്ങുവാൻ സാധിക്കത്തുള്ളൂ. കീഴടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം അവനെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ ദൈവം ഇന്ന് പകൽ നേരം നമ്മുടെ ജീവിതത്തിൽ ആഹ്വാനം തരുന്നുണ്ട്. ഈ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബലമായി തീരട്ടെ, കൃപയായി തീരട്ടെ. ഈ വചനങ്ങൾ സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം ഹല്ലേലൂയ, മാറ്റമില്ലാത്ത വചനത്തിന് കീഴിലേക്ക് വരുവാൻ സ്വർഗ്ഗം നമ്മളെ സഹായിച്ചു.